ഹേയ്, ഈ പ്ലസ് ടു എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. പ്ലസ് ടുവിന് കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. ഹായ് ഓൾ. +2 മാത്സിലെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർവെൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അപ്ലിക്കേഷൻസും അതുപോലെ അതിന്റെ നെക്സ്റ്റ് ചാപ്റ്ററായ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇങ്ങനെ 2 ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ക്വിക്കായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് നമ്മളുടെ അപ്ലിക്കേഷൻ ഓഫ് ഇന്റർവെൽസ് എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഓൾറെഡി നമ്മളുടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. അതായത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ 2 പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടാണ് നമ്മളുടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, സെക്കൻഡ് പാർട്ടാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. സോ ഡെഫിനിറ്റ് ഇന്റഗ്രൽസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 2 to 3 x² dx എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഡെഫിനിറ്റ് വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ x² ആണ് ഞാൻ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. x² ഗ്രാഫ് യു ഷേപ്പ് ആണ്. 2 to 3 ആണ് ലിമിറ്റ് കൊടുത്തത്. സോ എക്സ് ആക്സിസിലെ 2 മുതൽ 3 വരെയുള്ള ഈ ഒരു റീജിയന്റെ അണ്ടറിലുള്ള ഏരിയ ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു കാര്യം മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ഡിഫറെന്റ് കേസസും ഇതിൽ വരും. ലെറ്റ്സ് സി. സോ നമ്മളുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് പ്രോബ്ലം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പ്രോബ്ലത്തിലൂടെ ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഒരു കേവ് ഉണ്ട്. ആ കേവിന്റെ ഇക്വേഷൻ വരുന്നത് y = f(x) ആണ്. ഓക്കെ. സോ y = f(x) എന്ന് വരുന്ന കേവ് ഞാൻ ഇവിടെ ഒരു ബേസിക് ഐഡിയക്ക് വേണ്ടി മാത്രം ഒരു കേവ് വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ കേവ് എന്ന് വിചാരിക്കുക. ഈ കേവ് ആണ് നമ്മളുടെ y = f(x) എന്ന് പറയുന്ന കേവ്. സോ ഈ കേവിന്റെ അണ്ടറിലുള്ള ഏരിയ കാണാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് y = f(x) മാത്രമല്ല എക്സ് ആക്സിസ് നമുക്കറിയാം. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ കേവ് പറയുന്നത്. ദെൻ x = a, x = b. ഞാൻ നേരത്തെ x = 2 എന്നും 3 എന്നും നേരത്തെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തില്ലേ, അതായത് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തില്ലേ. അതുപോലെ ഇവിടെ എ ബി എന്ന് പറയുന്ന 2 പോയിന്റ് മാർക്ക് ചെയ്യണം. ഈ പോയിന്റ് ആണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റ് ആണ് ബി എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. സോ ഈ ഒരു എ ബി എന്ന് പറയുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള ഏരിയ, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. സോ ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ്. സോ x = a, x = b എന്ന് പറയുന്ന 2 ലൈനുകൾ ഞാൻ ഇവിടെ വരച്ച് നമ്മളെ കയ്യിൽ ആരുണ്ട്, നമ്മളെ കയ്യിൽ നമ്മളെ ഗ്രാഫ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്ത്, സോ ഇതിന്റെ അണ്ടറിൽ ഒരു ഏരിയ വരുന്നുണ്ടല്ലോ. ഈ ഏരിയ കാണണമെങ്കിൽ, അതായത് ഞാൻ ഇവിടെ ഈ അണ്ടറിൽ വരുന്ന ഏരിയ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അത് ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ബൗണ്ടഡ് ബൈ നമ്മളുടെ കേവ് y = f(x), അതുപോലെ x = a എന്ന് പറയുന്ന ലൈന്, x = b എന്ന് പറയുന്ന ലൈന്. ഇത്രയും ആളുകൾ ബൗണ്ട് ചെയ്ത ഏരിയ ഞാൻ ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത്. ഈ ഏരിയ കാണണമെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം, അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ, ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം ഏരിയ = നോക്കേണ്ട കാര്യം എക്സ് വാല്യൂയിൽ എത്തുന്നത്. എക്സ് വാല്യൂ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷന്റെ സിമ്പിൾ ഇടാം. ആ എ ബി ഇവിടെ ഇതാ, എക്സ് വാല്യൂ ആയതുകൊണ്ട് dx ഇതാ. ഇനി dx ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ y എന്ന് എഴുതി കൊടുക്കുക. y എന്താണ്? ഇപ്പൊ ഇവിടെ f(x) ആരാന്ന് ക്വസ്റ്റ്യനിൽ പറയും. ഇപ്പൊ y = sin x എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, y ന്റെ പ്ലേസിൽ sin x എന്ന് എഴുതി കൊടുക്കണം. അതായത് ഏരിയ കാണുന്ന ഫോർമുല ഇന്റഗ്രൽ a to b. ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് വാല്യൂസ് എന്ന് അവിടെ dx എഴുതണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ y വാല്യൂസ് നമുക്ക് തരും. y = a, അതേപോലെ y = b എന്ന് തന്നാൽ ഇപ്പൊ dy എന്നാ എഴുതണ്ടേ. dy ഏരിയ ഇവിടെ x കൊടുക്കണം, dx എഴുതി കഴിഞ്ഞാൽ ഇവിടെ y കൊടുക്കണം. അതായത് ഏരിയന്റെ ഇക്വേഷൻ വരുന്നത് y × dx എന്നാണ്. സോ y എന്ന് പറയുന്ന ആള് ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അത് കൊടുക്കുക. ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല, സിംപ്ലി f(x) എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇയാളെ ഇന്റഗ്രൽ a to b f(x) dx അങ്ങനെയും പറയാം. ഈ 2 ഫോർമുലയും രണ്ടും സെയിം ആണ്. f(x) എന്ന് പറയുന്നത് f(x) എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ആളെ നമ്മളിവിടെ പ്ലേസ് ചെയ്യണം. അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ഇതാണ് നമ്മളുടെ ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്.
യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഈ ഒരു എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ ആരെ വേണമെങ്കിലും ചോദിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എക്സ് വാല്യൂ എന്നാ ഡി എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം, വൈ വാല്യൂ എന്നാ ഡി വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ ഡി വൈ ആണെങ്കിൽ പിന്നെ ഇവിടെ വൈ എന്ന് എഴുതരുത്, എക്സ് എന്ന് എഴുതണം. അപ്പൊ എക്സ് എന്താന്നുള്ളത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യാൻ പറ്റും. ലെറ്റ് സി, നമുക്ക് പ്രോബ്ലത്തിലേക്ക് അടുക്കാം. സോ നമ്മളുടെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഏരിയ ബൗണ്ടഡ് ബൈ ദ റീജിയൻ, ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് y ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ കോസ് എക്സിന്റെ ഗ്രാഫ് അറിയെങ്കിൽ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓർ സിംപ്ലി നിങ്ങൾക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് ഐഡിയ വെച്ചിട്ടും സോൾവ് ചെയ്യാം. ബിറ്റ്വീൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു π/2. സോ എക്സ് വാല്യൂ എന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഏരിയ ഈക്വൽ ടു, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. സോ ഇന്റഗ്രൽ ഇവിടെ 0 എന്നും ഇവിടെ π/2 എന്നും കൊടുക്കണം. ഏത് മുതൽ ഏത് വരാന്നുള്ളത് കൊടുക്കണം. ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരൂല കേട്ടോ. അപ്പൊ എപ്പോഴും ഇത് തരും എന്ന് വിചാരിക്കരുത്, ചില ക്വസ്റ്റ്യനിൽ ഇത് തരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫിഗർ വരച്ചിട്ട് നമ്മൾ ആ ഒരു ഏരിയ എന്ത് ചെയ്യണം, ഫിഗറിന്ന് പിക്ക് ചെയ്യണം. അങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. സോ 0 to π/2, ഇവിടെ ഡി എക്സ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു, എക്സ് വാല്യൂ തന്നുകൊണ്ട്. സോ ഡി എക്സ് ആയതുകൊണ്ട് ഇവിടെ ഇതിന്റെ ആളാരാ, വൈ ആണ്. ഈ വൈയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2, വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നാരാ, കോസ് എക്സ് അല്ലേ, 0 to π/2 cos x dx. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി മാറി. കോസ് എക്സിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുത്ത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. സോ ഭയങ്കര ഡയറക്റ്റ് ആണ്. സോ വൈ ഡി എക്സ് എന്നോ എക്സ് ഡി വൈ എന്നോ വരാം, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലിമിറ്റ് നോക്കിയിട്ട് ഫിഗറിനൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും. ഫിഗറിന് എങ്ങനെയാ പിക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താ, കോസ് എക്സിന്റെ ഇന്റഗ്രൽ വരുന്നത് സൈൻ എക്സ് ആണ്. സോ ഇനി നമുക്ക് നേരത്തെ കിട്ടിയ ഈ ലിമിറ്റുകൾ കൊടുക്കണം, അതായത് 0 എന്നും π/2 എന്ന് കൊടുക്കണം. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പർ ലിമിറ്റ് π/2 ആയതുകൊണ്ട് സൈൻ π/2 മൈനസ് സൈൻ 0, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ സൈൻ π/2 എന്ന് പറഞ്ഞാൽ സൈൻ 90, സൈൻ 90ന്റെ വാല്യൂ 1 ആണ്, സൈൻ 0ന്റെ വാല്യൂ 0 ആണ്. സോ ഫൈനലി 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രേ ഉള്ളൂ. ഇത് ബേസ് ചെയ്ത്, അതായത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ അറിയണം, പിന്നെ 1-2 ഫോർമുലാസ്, അതായത് വലിയ നമ്മൾ ഇന്റഗ്രൽസിന് പഠിച്ചൊരു വലിയൊരു ഫോർമുല ഉണ്ട്. സോ ആ ഫോർമുല നമുക്ക് അറിയണം, അതൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. സോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ആൾ മാറി, എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആയി. എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫ് നമ്മളുടെ വൈ ആക്സിന് സിമെട്രിക് ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും. വൈ ആക്സിന് സിമെട്രിക് എന്ന് പറയണ്ട, നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വൈ ആക്സിൽ ബൗണ്ട് ചെയ്യുന്ന ഗ്രാഫ്, ഇതാണ് ഗ്രാഫ് എന്ന് വിചാരിക്കാം. നമ്മൾ കാണേണ്ട ഏരിയ ഏത് മുതൽ ഏത് വരാ, വൈ ഈക്വൽ ടു സി ആൻഡ് വൈ ഈക്വൽ ടു ഡി. സോ വൈ ആക്സിസിൽ സി എന്ന് പറയുന്ന പോയിന്റും ഡി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ പിക്ക് ചെയ്യണം. സോ വൈ ആക്സിസിൽ സി എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കാം. അതുപോലെ ഇതാണ് ഡി എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കാം. സോ ഈ ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഭയങ്കര ഡയറക്റ്റ് ആണ് കാര്യങ്ങൾ. സോ ഈ ഏരിയ, ഇതിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു റീജിയന്റെ ഏരിയ, ഈ ഒരു റീജിയന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വൈ വാല്യൂസ് അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. സോ വാല്യൂസ് ഏതൊക്കെ തന്നത്, ഒരു വാല്യൂ സി, ഒരു ലിമിറ്റ്, നമ്മളിത് ലിമിറ്റ് എന്ന് വിളിച്ചാൽ മതി. ഇത് സിയും ഇത് ഡി ആണ്. സോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ സി ടു ഡി ആണ്. വൈ വാല്യൂ തന്നുകൊണ്ട് ഡി വൈ കൊടുക്കണം. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഡി വൈ ആണെങ്കിൽ ഇവിടെ എക്സ് ആണ് കൊടുക്കേണ്ടത്. സോ എക്സ് ഡി വൈ, ഇതാണ് നമ്മളുടെ ഏരിയ കാണാനുള്ള ഫോർമുല. സോ എക്സ് ഡി വൈ, എക്സിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ എന്താണ് തന്നത് നമ്മൾ എഴുതി കൊടുക്കണം. സോ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞിരിക്കണ്. സോ നമുക്ക് വേണമെങ്കിൽ എഫ് ഓഫ് വൈ ഡി വൈ എന്നും പറയാം. സോ ഈ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് അല്ലെ. സി ടു ഡി എക്സ് ഡി വൈ വരുന്നത്. വൈ ഡി എക്സ് എന്തായാലും പറ്റൂല, ഡി എക്സിന് എന്തായാലും പറ്റൂല, വൈ ഡി വൈ പറ്റൂല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി വൈ വന്ന് അവിടെ എക്സ് എഴുതി കൊടുക്കണം. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആവാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും y ഈക്വൽ x/2 എന്ന് പറയുന്ന കേവ് 2 പോയിന്റ് എന്ന്. സോ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുക, നമുക്ക് y ഈക്വൽ എന്ന്, ഇപ്പോൾ y തന്നുകൊണ്ട് y dx അങ്ങനെ കൊടുത്ത് നോർമലി ഇന്റഗ്രേറ്റ് ചെയ്യും 0 to 3. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഈ ആൻസർ തെറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏരിയ കാണണം, നമുക്ക് തന്ന ലിമിറ്റ് 0ഉം 3ഉം ആണ്. ഇവിടെ അത് y വാല്യൂ ആയതുകൊണ്ട് ഡി വൈലാ ചെയ്യേണ്ടേ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട എക്സ് ആണ്. ക്വസ്റ്റ്യനിൽ y ഈക്വൽ ടു x/2 എന്നാ തന്നിട്ടുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ടില്ല. ഫ്രം ഹിയർ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് എക്സ് ആരാന്ന് പിക്ക് ചെയ്യണം. സോ ഫ്രം ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു 2y എന്ന് നമുക്ക് കിട്ടും. അതെങ്ങനെ 2y ആവുന്നത്,
ഡിവൈഡ് ചെയ്ത 2 അതർ സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. സോ എക്സ് ഇസ് ഈക്വൽ ടു 2y എന്ന് നമുക്ക് കിട്ടും. സോ ഡിവൈഡ് ചെയ്ത 2 അങ്ങോട്ട് പോകുന്നു, ഇൻറ്റു 2 ആയി മാറുന്നു. സോ ഈ എക്സിന്റെ പ്ലേസിൽ നമ്മൾ ഈ 2y കൊടുത്തിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആൻസർ. സോ ബേസിക് ഇന്റഗ്രേഷൻ മാത്രമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇസിൻറ്റ് ഇറ്റ്? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സോ നമുക്ക് എന്താ വാല്യൂസ് കൊടുക്കാം. ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 3 എക്സ് എന്ന് പറഞ്ഞാൽ 2y ആണ് നമ്മൾ പറഞ്ഞ്. സോ 2y dy. ഇനി ചെയ്യേണ്ട കാര്യം എന്താ, 2 കോൺസ്റ്റന്റ് ആണ്, ഔട്ട് സൈഡ് എടുക്കണം. വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യലെങ്ങനെ, y dy എന്ന് പറഞ്ഞാൽ വൈനെ y റേസ് ടു 1 ആയിട്ട് കാണും. എക്സ് റേസ് ടു n dxന്റെ ഇന്റഗ്രൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 പ്ലസ് സി എന്ന് പറയണം. സോ ഇവിടെ 2y ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആ 2 എന്ന് പറയുന്ന ആൾ ഔട്ട് സൈഡ് എടുക്കാം. വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എങ്ങനെ, y റേസ് ടു 1 പ്ലസ് 1 അതായത് y സ്ക്വയർ വരും, ബൈ 2 വരും. സി കൊടുക്കണ്ട, പകരം നമ്മളുടെ ലിമിറ്റ് കൊടുക്കുക 0 to 3. സോ ഇനി നമുക്കൊരു കാര്യം കാണാൻ പറ്റും, പുറത്തൊരു 2 ഉണ്ട്, ഉള്ളിലൊരു 2 ഉണ്ട്. ഈ രണ്ട് 2s നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ 2 ക്യാൻസൽഡ് ആവും. സോ ദിസ് ഈക്വൽ ടു എന്ത് മാത്രമായി മാറി, ഇന്റഗ്രൽ ചെയ്ത് കിട്ടിയ വാല്യൂവിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആൾ ഒഴിവാക്കിയ y സ്ക്വയർ മാത്രമായി. ലിമിറ്റ് ഫ്രം 0 to 3 ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി മാറി. സോ ദിസ് ഈക്വൽ ടു y കാണുന്നിടത്ത് നമ്മൾ 3 എന്നും കൊടുക്കണം, 0 എന്നും കൊടുക്കണം. സോ ദിസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 സ്ക്വയർ. അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ് നമ്മളുടെ പ്രൊസീജിയർ വരുന്നത്. സോ 3 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 9. അപ്പൊ ഏരിയ ഒക്കെ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫൈനലി കിട്ടുന്ന വാല്യൂ എഴുതി കൊടുക്കാം, സ്ക്വയർ യൂണിറ്റ്. നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയി. സോ ഇതൊക്കെ ഒരു ബേസിക് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് ചോദിക്കും. ഇപ്പൊ ഇത് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി സർക്കിൾ ആണ്. സർക്കിളും എലിപ്സ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കല്. സർക്കിൾ ചെയ്യുന്ന മനസ്സിലായാൽ നിങ്ങൾക്ക് എലിപ്സ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ സർക്കിൾ ഒരു പ്രത്യേകത ഉണ്ട്, അതായത് ഈ ഒരു സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. നമ്മുടെ സർക്കിളിൽ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് അറിയണം. അതായത് നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യാണ്, ഇതാണ് സർക്കിൾ. ഈ സർക്കിളിലെ സെന്റർ അറ്റ് ഒറിജിൻ ആണെന്ന് വിചാരിക്കുക. സോ പ്ലസ് 1 നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അവിടെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് സെന്റർ ഒറിജിനിലാണെങ്കിൽ, ഇതിപ്പോൾ ഒറിജിൻ ആണ്, ഇയാളുടെ സെന്റർ വരുന്നത് ഒറിജിനിലാണ്, അതുപോലെ റേഡിയസ് r ആണ്. സോ ഇയാളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ ഈസ് നമ്മൾ പ്ലസ് 1 പഠിക്കുന്ന കേട്ടോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്ലസ് 1 പഠിക്കുന്ന ഈ കാര്യം അറിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആണെന്നും റേഡിയസ് ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ഇതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഇക്വേഷൻ, എന്താ ഇക്വേഷൻ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള സർക്കിളിനെ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ സർക്കിൾ ഏത് ഫോമില. സോ ഈ ഒരു സർക്കിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സെന്റർ ഒറിജിൻ ആണ്, റേഡിയസ് എന്താണ് 9 എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ് 9. സോ റേഡിയസിന്റെ വാല്യൂ 3 ആവും. ഇതാണ് നമ്മുടെ സർക്കിൾ വരുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഈ സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ആണ്. സോ ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഈ ഒറിജിന് O എന്ന് പേര് കൊടുത്ത്, നമ്മളില്ലേ ഈ ഒരു റീജിയൻ എ എന്ന് വിളിച്ച്, ഈ ഒരു റീജിയൻ ബി എന്ന് വിളിച്ച്, ഇത് സി എന്ന് വിളിച്ച്. നോക്കണേ, സർക്കിളിലെ മൊത്തം ഏരിയ ഞാൻ പറയാണ് ഒരു 8 ആണെന്ന് പറഞ്ഞു. 8 ആണെങ്കിൽ ഈ മുകളിലുള്ള പോർഷൻ ഏരിയ എന്തായിരിക്കും, ഇത് 4 ഉണ്ടാവും, താഴെ 4 ഉണ്ടാവും. അപ്പോൾ 8 ഇട്ടാ ഞാൻ അത് പോട്ടെ, ഇയാളുടെ മാത്രം ഏരിയ എത്ര ഉണ്ടാവും, മൊത്തം ഏരിയ 8 ആന്ന് പറഞ്ഞാൽ ഇയാളുടെ ഏരിയ 2 ഉണ്ടാവില്ലേ, 2 ഇത് 2 ഇത് 2 ഇത് 2 അങ്ങനെയല്ലേ 8 ആവുന്നത്. സോ സർക്കിളിന്റെ കേസിൽ ഏരിയ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ അറിയോ, ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ അറിയോ, 4 പ്രാവശ്യം ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, അതായത് OABC എന്ന് പറയുന്ന ഈ റീജിയന്റെ ഏരിയ 4 ഇൻറ്റു ഏരിയ ഓഫ് OABCO. ഞാനിങ്ങനെ OABC ഒരു ക്ലോസ്ഡ് ആയിട്ട് OABCO ഞാൻ ഇവിടെ ബി കൊടുത്തില്ലെങ്കിൽ OAC എന്ന് മാത്രം പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇതും OACയിൽ വരും.
അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് ഞാൻ ഇവിടെ ഇടയിൽ ഒരു ബി എന്ന് കൊടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതി. ദാറ്റ്സ് ഓൾ. സോ ഇയാളുടെ ഏരിയ കണ്ടിട്ട് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ സർക്കിളിലെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് കോൺസെപ്റ്റ്. ബട്ട് ഇവിടെ പ്രശ്നമുണ്ട്. ഏരിയ ഓഫ് ഒ എ ബി സി ഒ കണ്ടിട്ട് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ആണ് അല്ലേ? സോ എലിപ്സിന്റെ കേസിൽ ഇതേപോലെ വരുന്നത്. അതായത് എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മളുടെ എലിപ്സ് ഇങ്ങനെ ഉണ്ടാവും ഫിഗർ വരുന്നത്. സോ ഇതാണ് നമ്മുടെ എലിപ്സ്. സോ എലിപ്സ് ഇതേപോലെ 4 സിമെട്രിക്കൽ റീജിയൻസ് വരുന്നുണ്ട്. സോ ഇയാളുടെ ഏരിയ കണ്ടിട്ട് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്ത പ്രശ്നമാണ് ഈ ഒ എ ബി സി ഒന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നല്ലപോലെ നോക്കി നോക്ക്. ഒ എ ബി സി ഒന്റെ ഏരിയ കാണാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. സോ ഏരിയ ഓഫ് ഒ എ ബി സി ഒ എന്ന് പറയുന്നത് നല്ലപോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതൊരു ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബൈ ഹാർട്ട് ചെയ്യേണ്ട, ഭയങ്കര ഈസിയാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്ത ഈ ചാപ്റ്റർ കോൺസെപ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഡിഫറെന്റ് വേസിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ നിന്നും ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഈ കേസ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏരിയ ഓഫ് ഒ എ ബി സി ഒ കാണണം. ഒ എ ബി സി ഒ അത് കാണണമെങ്കിൽ നോക്ക്, ഇതിന്റെ ഏരിയ 0 മുതൽ ഈ സി വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ഈ 0 എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്, ഒറിജിന്റെ കോർഡിനേറ്റ് 0 അല്ലേ? അതായത് ഈ ഒരു ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഈ കോർഡിനേറ്റ് വരുന്നത് ഏതാ? ഈ കോർഡിനേറ്റ് വരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ കോർഡിനേറ്റിന്റെ എക്സ് ഇസ് ഈക്വൽ ടു 3 അല്ലേ? കാരണം ഇത് റേഡിയസ് അല്ലേ? സോ 0 മുതൽ 3 വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. നോർമൽ ബേസിക് കാര്യങ്ങളിലേക്ക് ഇത് മാറി. ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ ഏത് മുതൽ ഏത് വരെ? 0 to 3 ചെയ്യണം. നമ്മളിപ്പോൾ 0ഉം 3ഉം പറഞ്ഞ എക്സ് വാല്യൂ ആയതുകൊണ്ട് ഡി എക്സ് കൊടുക്കണം. അപ്പൊ ഡി എക്സ് ആയതുകൊണ്ട് വൈ ഡി എക്സ്. ഇതാണ് നമ്മളുടെ ഏരിയ ഓഫ് ഒ എ ബി സി ഒ കാണാനുള്ള പ്രൊസീജിയർ. സോ ഒ എ ബി സി ഒന്റെ ഏരിയ ആണെങ്കിൽ 0 to 3 വൈ ഡി എക്സ് ചെയ്താൽ മതി. ഇന്റഗ്രൽ 0 to 3 വൈ ഡി എക്സ്. അപ്പോൾ വൈ ആരാന്നുള്ളത് നമ്മളെ ക്വസ്റ്റ്യൻ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 തന്നിട്ടുണ്ട്. സോ വൈ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് എന്ത് പറയാം? 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയാം. therefore y എന്ന് പറയുന്ന ആള് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. സോ നമ്മളുടെ ഇക്വേഷൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ദിസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഒ എ ബി സി ഒ പറയാൻ പോവാണ്. ഏരിയ ഓഫ് ഒ എ ബി സി ഒ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 3 നമ്മൾ പറഞ്ഞ് y എന്ന് പറയുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വൈന് ഈ വാല്യൂ കൊടുക്കണം. അതായത് y എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. y എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് y ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ ഈ വൈന്റെ പ്ലേസ് എന്ത് കൊടുക്കണം? റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ കൊടുക്കണം. ഈ വൈ ഉണ്ട്. സോ ഇനി നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന റിസൾട്ട് ഉണ്ട്. അതായത് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് കാണണമെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ട്. എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇങ്ങനൊരു ഫോർമുല നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നമ്മളുടെ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. യെസ്. സോ ഈ ഒരു ഇന്റഗ്രേഷന്റെ ഫോർമുല ആണ് നമ്മൾ ഇനി ഈ പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മളുടെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോർമുലയാണ് ആരുള്ളത്? നിങ്ങൾക്ക് അവിടെ 9 മൈനസ് എക്സ് സ്ക്വയർ കാണാൻ പറ്റും. ഈ 9 മൈനസ് എക്സ് സ്ക്വയറിനെ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. സോ ഫോർമുല അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈക്വൽ ടു ഈ പറഞ്ഞതുപോലെ 9 നമുക്ക് എന്താക്കാം? 9 എന്ന് പറയുന്ന ആള് 3 സ്ക്വയർ അല്ലേ? സോ 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. സോ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോർമുല ഉള്ളത് എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഈ ഫോർമുല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ഫോർമുല അറിഞ്ഞാലേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ എലിപ്സിന്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും എലിപ്സും ഏകദേശം ഇതേ പാറ്റേണിലാണ് പ്രോബ്ലം വരുന്നത്. സോ ദിസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? 9 മൈനസ് എക്സ് സ്ക്വയറിനെ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് കാണാം. 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ ഈ പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ നമ്മൾ പറഞ്ഞതുപോലെ ഇതാണ് നമ്മളുടെ ഫോർമുല. ഞാൻ ആ ഫോർമുല ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോർമുല വരും. ഇതിൽ എ സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ പ്ലേസിൽ ആര് വരുന്നത്? 9 വരുന്നത്. അപ്പോൾ എന്റെ വാല്യൂ നമ്മൾ എന്താക്കണം? എന്റെ വാല്യൂ 3 ആക്കണം. സോ x/2 മൈനസ് x/2 റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എ സ്ക്വയർ ബൈ 2 പറഞ്ഞാൽ 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/3. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. ലിമിറ്റ് എങ്ങനെ കൊടുക്കണം? ലോവർ ലിമിറ്റിന്റെ വാല്യൂ 0 എന്നും അപ്പർ ലിമിറ്റിന്റെ വാല്യൂ 3 എന്നും. ഇത് സോൾവ് ചെയ്ത് ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. സോ ദിസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് നമ്മളുടെ പ്രൊസീജിയർ. സോ അപ്പർ ലിമിറ്റിനായിട്ട് ഞാനൊരു പ്ലേസ് കൊടുത്ത് മൈനസ് ലോവർ ലിമിറ്റിനായിട്ട് അടുത്തൊരു പ്ലേസ് കൊടുത്ത് ഇത് രണ്ടും ചെയ്താൽ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവും. നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പർ ലിമിറ്റ് കാണുന്നിടത്ത് എന്ത് വാല്യൂ കൊടുക്കണം, ലോവർ ലിമിറ്റ് വാല്യൂ കാണുന്നിടത്ത് എന്ത് കൊടുക്കണം എന്ന് മാത്രം ശ്രദ്ധിക്കുക. സോ ഇത് മൈനസ് ചെയ്യണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, എക്സ് കാണുന്ന എല്ലാ സ്ഥലത്തും അപ്പർ ലിമിറ്റിന്റെ വാല്യൂ കൊടുക്കണം, മൈനസ് എക്സ് കാണുന്ന എല്ലാ സ്ഥലത്തും ലോവർ ലിമിറ്റിന്റെ വാല്യൂ. എക്സ് കാണുന്ന വാല്യൂസ് ഒക്കെ അവിടെ 3 സ്ഥലത്ത് എക്സ് കാണണം അല്ലേ? ഈ ഇക്വേഷനിൽ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. സോ വലിയ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഇത് അറിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ എക്സ് കാണുന്ന സ്ഥലത്ത് ഞാൻ അപ്പർ ലിമിറ്റ് ആയ ആദ്യം ആരുടെ വാല്യൂ കൊടുക്കാണ്? 3ന്റെ വാല്യൂ കൊടുക്കാണ്. സോ 3/2 എന്ന ഫോമിലേക്ക് ആദ്യത്തെ ആൾ മാറും. സോ 3/2 ഇൻറ്റു 9 മൈനസ് 3 സ്ക്വയർ സൈൻ ഇൻവേഴ്സ് 3/2. ഇവിടെ ലോവർ ലിമിറ്റിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. സോ 0/2 ഇൻറ്റു 9 മൈനസ് 0 സ്ക്വയർ സൈൻ ഇൻവേഴ്സ് 0 ഇങ്ങനെ ആയിട്ട് മാറും. സോ ഇനി ഇതിലേക്ക് നോക്കുമ്പോൾ ഇയാള് 9 മൈനസ് 3, ഞാൻ കുറച്ച് ആളുകൾ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 9 മൈനസ് 3 സ്ക്വയർ ഇയാളുടെ വാല്യൂ എന്താ? ഇയാളുടെ വാല്യൂ 9 മൈനസ് 9 എന്നല്ല ഇതിനർത്ഥം. 9 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു ബോക്സിൽ ഇട്ട ആള് 0 ആണ്. അപ്പൊ 0 ഇൻറ്റു എന്ത് ചെയ്താലും 0 കിട്ടും. മാത്രമല്ല ഈ ടേമും 0. ഞാൻ 2-3 ആളുകളുടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കണേ, സൈൻ ഇൻവേഴ്സ് 0/3 എന്ന് പറഞ്ഞാൽ 0. 3 ആളുകളുടെ വാല്യൂ 0 ആയി മാറുന്നുണ്ട്. 3 ആൾക്കാരെ മാർക്ക് ചെയ്ത്. സോ സൈൻ ഇൻവേഴ്സ് 0/3 എന്ന് പറഞ്ഞാൽ അയാളുടെ വാല്യൂ 0. അപ്പൊ ഈ ഇൻപുട്ട് 0 ആണ്. ഈ 0/2 എന്ന് പറഞ്ഞാൽ ഓൾറെഡി 0 ആണ്. 0 ഇൻറ്റു എന്ത് ചെയ്താലും അത് 0. പിന്നെ 9 മൈനസ് 9 3 സ്ക്വയറിന്റെ വാല്യൂ 9 അല്ലേ? സോ 9 മൈനസ് 9 അതും 0 ആയി. സോ ഈ എൻറ്റയർ ടേം, ഈ 3 ടേമും എന്താ ഇവിടെ പോകും. ദിസ് ഈക്വൽ ടു ആദ്യത്തെ ടേം ഞാൻ എഴുതുന്നുണ്ട്. ദിസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 0 3/2 ഇൻറ്റു 0 അത് കട്ടാവും. പ്ലസ് 9/2 ഇൻറ്റു 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1. 3/3 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? മൈനസ് ആ ബ്രാക്കറ്റിൽ ഒന്നാമത്തെ ടേം 0/2 പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 ആയിട്ട് മാറി. പ്ലസ് അടുത്ത ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 0ന്റെ വാല്യൂ എത്ര? സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. സോ 9/2 ഇൻറ്റു 0 എന്ന ഫോമിലേക്ക് മാറും. സോ ആ ടേമും 0 ആയിട്ട് മാറും. സോ ഇനി സോൾവ് ചെയ്യേണ്ട കാര്യം എന്താ? 3/2 ഇൻറ്റു 0 നമ്മളൊന്നും ചെയ്യേണ്ട. 3/2 ഇൻറ്റു 0 പറഞ്ഞാൽ 0 ആണ്. ഇത് 0 ആയി. 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് സൈൻ എപ്പോഴാ 1 ആവുന്നത്? സൈന് 1 ആവുന്നത് π/2ലാണ്. സോ π/2 മൈനസ് 0 പ്ലസ് 0 എന്ന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈക്വൽ ടു ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 9π/4 എന്ന് കിട്ടും. 9π/4. അപ്പൊ OABCOന്റെ ഏരിയ നമുക്ക് കിട്ടി. ടോട്ടൽ ഏരിയ നമ്മൾ പഠിച്ച കാര്യം എന്താ? ടോട്ടൽ ഏരിയ കിട്ടണമെങ്കിൽ 4 ടൈംസ് OABCOന്റെ ഏരിയ കാണണം. സോ ദിസ് ഇംപ്ലൈസ് നമ്മളുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4 ടൈംസ് ഏരിയ ഓഫ് OABCO ആണ്. 4 ഇൻറ്റു OABCOന്റെ ഏരിയ ചെയ്തപ്പോൾ നമുക്ക് 9π/4 എന്ന് കിട്ടി. ഈ രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് ആരെ കട്ട് ചെയ്യാൻ പറ്റും? 4നെ കട്ട് ചെയ്യാൻ പറ്റും. 4 കട്ട് ചെയ്താൽ ബാക്കി എന്തുണ്ടാവും? 9π സർക്കിൾ ആയതുകൊണ്ട് ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതാം. സോ ഇതാണ് നമ്മളുടെ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇന്റഗ്രേഷൻ മാത്രം അറിഞ്ഞാൽ മതി. സോ റിസൾട്ട് കൊടുക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക, വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമ്മളോട് എന്തും ചോദിക്കും. നമ്മളോട് ഇതേപോലെ നമ്മൾ എലിപ്സിന്റെ ക്വസ്റ്റ്യനും ചോദിക്കും. എലിപ്സിൽ ചോദിക്കുമ്പോൾ എലിപ്സിന്റെ ഇക്വേഷനിൽ ഇതേപോലെ ഒരാൾ വരും. ഇതേപോലെ സോൾവ് ചെയ്ത അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഈ ഒരു പാറ്റേണിലായിരിക്കും. ഇന്നൊന്ന് ശ്രദ്ധിച്ചോളേ, സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² അല്ലേ? റേഡിയസ് 9, റേഡിയസിന്റെ സ്ക്വയർ അതായത് r² വാല്യൂ ഇവിടെ ഓൾറെഡി 9 കിട്ടി. സോ 9π എന്ന് പറയുന്ന ഫോമിൽ തന്നെ നമുക്ക് കിട്ടിയത് ഇത് ആക്ച്വലി πr² ആണ്. ബട്ട്
ക്വസ്റ്റ്യനിൽ നമ്മളോട് ഏരിയ കാണാൻ പറ യൂസിങ് ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കും. സോ ഇതോടുകൂടി നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. യെസ്, ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡു ഇറ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ തരും. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 9x എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മളുടെ ഒരു പരാബോള നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞ പരാബോള. സോ ഇതാണ് പരാബോള. നമ്മളോട് ചോദിച്ചത് x ഇസ് ഈക്വൽ ടു 2ഉം x ഇസ് ഈക്വൽ ടു 4ഉം. സോ ഞാനിവിടെ 2 എന്ന് പറയുന്ന ലൈനും 4 എന്ന് പറയുന്ന ലൈനും വരയ്ക്കുന്നുണ്ട്. സോ x ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ എന്താ? 2ലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് x ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഫിഗർ തരുന്നത് ഇതാണ്. x ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈന്. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സോ ഇവിടെ ഇങ്ങനെ ഏരിയ വെച്ചാൽ നമുക്ക് 2 ഏരിയ ഉണ്ട്, മുകളിലും താഴത്തും ഏരിയ ഉണ്ട്. ബട്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏരിയ ഈക്വൽ ടു, നല്ല ശ്രദ്ധിച്ചില്ലേ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ വരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചാറ്റിൽ ചോദിക്കുക, ഐ വിൽ സോർട്ട് ഇറ്റ്. ഓക്കെ, സോ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 to 4 ഇന്റഗ്രേറ്റ് ചെയ്യണം. ആരെ? dx-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ y കൊടുക്കണം. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 9x എന്ന് തന്നിട്ടുണ്ടല്ലോ. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 9x ആണെങ്കിൽ y എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 9x ആണ്. റൂട്ട് 9ന്റെ വാല്യൂ 3 ആണ്. സോ 3 റൂട്ട് x വരും. സോ റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ എന്താ? 2/3 x raised to 3/2. ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ബട്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഏരിയ കിട്ടുക. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതേ ഏരിയ താഴെയും വരുന്നുണ്ട്. സോ ഈ ഏരിയ 5 കിട്ടിയാൽ താഴത്തെ ഏരിയ 5 ഉണ്ടാവും. സോ ടോട്ടൽ ഏരിയ 10 ചെയ്യണം. ബട്ട് ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡു ഇറ്റ് യുവർ സെൽഫ്. ഇതോടുകൂടി നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. യെസ്, വളരെ ക്വിക്കായിട്ട് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട ഫസ്റ്റ് ബേസ് ആണ് ഓർഡറും ഡിഗ്രി എന്ന് പറയുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ഇത് പഠിക്കാം. ഞാൻ ഇതിൻ്റെ ഇവിടെ അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇൻ ഇറ്റ് ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആരാണോ അയാളുടെ ഓർഡർ ആണ് നമ്മൾ ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അയാളുടെ ടോട്ടൽ പവറിനാണ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി കിട്ടണമെങ്കിൽ പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ഇറ്റ്സ് ഡെറിവേറ്റീവ് തന്നെ ആയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഓർഡറും ഡിഗ്രിയും കാണാൻ പറ്റുള്ളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ബട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് ഞാനൊരു പ്രോബ്ലത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇവിടെ 4 ഇക്വേഷൻസ് കാണാം. ഈ ഒരു ടൈപ്പിലുള്ള ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ നോർമലി dy/dx ഒക്കെ കിട്ടില്ലേ, അതിൻ്റെ ഈ ഇപ്പോൾ ഞാൻ y ഈക്വൽ ടു എക്സ് ക്യൂബ്, വാട്ട് ഈസ് y ഡാഷ്? y ഡാഷ് പറഞ്ഞാൽ dy/dx ആണ് അല്ലേ. എന്താ കിട്ടുക? നമുക്കറിയാം 3x². ഇയാൾ ഒന്നും കൂടി, അതായത് 3x² ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. d/dx ഓഫ് 3x² എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന എന്താ? ഓൾറെഡി dy/dx കണ്ട ആളെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? dy/dx ആണ് 3x². അപ്പൊ d/dx ഓഫ് 3x² എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? d/dx ഓഫ് dy/dx ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ദിസ് ഈക്വൽ ടു d²y/dx². ദിസ് ഈസ് കോൾഡ് ആസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ഇങ്ങനെ നമ്മളുടെ dy/dxഉം അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ടേമുകൾ, അതായത് ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, അതേപോലെ 3 പ്രാവശ്യം ചെയ്താൽ കിട്ടുന്നതാണ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഓർഡർ ഡെറിവേറ്റീവ്സ് വരുന്ന, ഇതിന് പവറുകളൊക്കെ വരുന്ന ഒരു ഇക്വേഷൻ ആണ് ആക്ച്വലി നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ആണെങ്കിൽ നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ dy/dx കാണുന്ന 3 ടേമുകളുണ്ട്. d/dx കാണുന്നത് അല്ലേ. സോ ഇത് dy/dx ആണ്, ഇതും dy/dx ആണ്. ബട്ട് ഇത് d²y/dx² ആ. ശ്രദ്ധിക്കേണ്ട കാര്യം, d²y/dx² എന്ന് നമ്മൾ പറയാറില്ലേ, ഇതും dy/dxന്റെ സ്ക്വയർ, ഇത് രണ്ടും സെയിം അല്ല, ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. dy/dxന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് സ്ക്വയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു sin x. sin xന്റെ ഡെറിവേറ്റീവ് എന്താ? cos x ആണ്. അപ്പോൾ cos xനെ സ്ക്വയർ ചെയ്യുന്നതിനാണ് dy/dx ഹോൾ സ്ക്വയർ എന്ന് പറയാം. ബട്ട് d²y/dx² എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, cos x കിട്ടുന്നു. ഈ cos xനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, -sin x കിട്ടുന്നു. സോ ഇത് രണ്ടും സെയിം അല്ലല്ലോ. സോ ഇതാണ് നമ്മളുടെ dy/dxന്റെ സ്ക്വയറും d²y/dx² തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സോ
ഈ ഒരു 3 d/dx നോക്കാം, കൂടുതൽ ഡിഫറൻസിയേഷൻ എവിടെ നടന്നത്? ഇതൊരു പ്രാവശ്യം നടന്നിട്ടുള്ളൂ അല്ലേ? ഇവിടെ ഒരു പ്രാവശ്യം നടന്നിട്ടുള്ളൂ. ഇവിടെ ഒരു പ്രാവശ്യം നടന്ന ആളെ ക്യൂബ് ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമില്ല. എത്ര പ്രാവശ്യം എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ബട്ട് ഇവിടെ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഡിഫറൻസിയേഷൻ നടന്ന ആരാണോ അയാളുടെ എത്ര തവണ നടന്നോ അതാണ് ഓർഡർ എന്ന് പറയുന്നത്. സോ ഇയാളുടെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഈക്വൽ ടു 2 ആണ്. സോ ഓർഡറും ഡിഗ്രിയും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിലേക്ക് നോക്കുമ്പോഴും ഇവിടെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. ഈ 4 നോക്കണ്ട. 4 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചെയ്ത ആളെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം, പവർ ആണത് അല്ലേ? ബട്ട് ഇതെന്താ, ഇവിടെ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. d²y/dx² എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ചെയ്തിരുന്ന ഇവിടെ എസും ടി ആണ്. ദാറ്റ് ഡസിൻ മാറ്റർ. നമ്മൾ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് നോക്കാം. സോ ഇവിടെ 2 പ്രാവശ്യമാണ്, ഇവിടെ ഒരു പ്രാവശ്യമാണ്. സോ ഹിയർ ഓൾസോ ഓർഡർ വരുന്ന എന്താണ്? 2 ആണ്. ഇനി മൂന്നാമത്തതിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രാവശ്യമേ ഉള്ളൂ, ബട്ട് ഇവിടെ 3 പ്രാവശ്യം ഉണ്ട്. സോ ഇയാളുടെ ഓർഡർ എന്താണ്? 2 അല്ല, പകരം 3 ആണ്. കാരണം 3 പ്രാവശ്യം, അതായത് മാക്സിമം എത്രയാണ് നടന്നത് അതാണ് ഓർഡർ പറയുന്നത്. സോ ആദ്യത്തെ 2 എണ്ണത്തിലും 2 പ്രാവശ്യം നടന്നിട്ടുള്ളൂ, ഇവിടെ 3 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു പ്രാവശ്യമാണ്, ഇവിടെ 3 പ്രാവശ്യമാണ്. സോ ഓർഡർ 3 ആണ്. ഇനി ഇവിടത്തേക്ക് നോക്കുമ്പോൾ y' നമ്മൾ dy/dx എന്ന് പറയാറില്ലേ? അപ്പൊ d²y/dx² ആണെങ്കിൽ y" പറയും. d³ y/dx³ ആണ്, y" പറയും. ഞാൻ ഒന്നുകൂടി ഇങ്ങനെ 4 കൊടുക്കും. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവത്തിനെ ഷോർട്ട് ആയിട്ട് അഡ്രസ് ചെയ്യല്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 3 പ്രാവശ്യം. ഇത് y² ആട്ടോ, രണ്ടും സെയിം അല്ല. നേരത്തെ പറഞ്ഞതുപോലെ y² എന്ന് പറയുന്നതും y" സെയിം അല്ല. സോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഓർഡർ 3 ആണ്. അപ്പോൾ ആദ്യത്തെ 2 ആളുടെയും ഓർഡർ 2 ആണ്, അടുത്ത 2 പേരുടെയും ഓർഡർ എന്താണ്? 3 ആണ്. സോ ABCD ഞാൻ എഴുതി. ഇനി ഓർഡർ കൂടാതെ ഡിഗ്രി ചോദിച്ചിട്ടുണ്ടല്ലോ. സോ ഡിഗ്രി എന്ന് പറയുന്ന ആള് എല്ലാത്തിലും നമ്മൾ എഴുതണം. സോ ഓക്കെ, സോ ഒന്നാമത്തെ ആളുടെ ഡിഗ്രി എന്ന് പറഞ്ഞ എന്താ സംഭവം അറിയടാ? ഓർഡർ കണ്ടില്ലേ? ഇപ്പൊ നമ്മളിവിടെ ഓർഡർ എടുക്കാൻ വേണ്ടി ആരെ പിക്ക് ചെയ്ത്? ഇതാണ് 1 ആണോ 2 ആണോ 3 ആണ്? ആരാ ഞാൻ ഓർഡർ എടുക്കാൻ വേണ്ടി പിക്ക് ചെയ്ത ആള്? ഒന്നാമത്തെ ആളല്ലേ? അയാളുടെ മൊത്തം പവർ എത്രയാണോ അതാണ് ഡിഗ്രി. അതായത് ഇത് 3 ആണ്, ഇത് 2 ആണ്. സോ ഇത് വലുത് ചെറുതല്ല, ഇതില് മൊത്തം പവർ ആരാണോ അത് നോക്കാം. അപ്പൊ ഇവിടെ ഇത് 3 അല്ലേ നോക്കണ്ട, ഓർഡർ എടുക്കാൻ വേണ്ടി എടുത്ത ടേം ആരാ? ഇതിന്റെ പവർ എത്ര? 2. അപ്പൊ ഇനിയിപ്പോ 2 ടേം ഉണ്ട് വിചാരിക്കാം, d²y/dx², 2 ടേം ഉണ്ട് വിചാരിക്കാം. അപ്പൊ ഓർഡർ 2 ആണ്, ബട്ട് ഇയാളുടെ പവർ 2 ഇയാളുടെ പവർ 5 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒന്നിലധികം വന്നാൽ അവിടെ ഹയസ്റ്റ് പവർ എടുക്കാം. 2 പേരുണ്ട്, ബട്ട് അതിൽ ഹയസ്റ്റ് പവർ 5 ആയതുകൊണ്ട് ഡിഗ്രി 5 എന്ന് പറയാം. ബട്ട് ഹിയർ ഇൻ ദിസ് കേസ് ഡിഗ്രിന്റെ വാല്യൂ 2 ആണ്. രണ്ടാമത്തെ കേസിലേക്ക് ഓർഡർ എടുത്ത് നമ്മൾ ഇയാളിൽ നിന്നാണ്. ഇയാളുടെ പവർ എത്ര? ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു പവറും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ എക്സ് എന്ന് പറയുന്നതും x² എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം? ഇതിന്റെ പവർ 2 ആണ്, ഇവിടുത്തെ പവർ 1 ആണ്. 1 ആകുമ്പോൾ നമ്മൾ പൊതുവെ എഴുതാറില്ല അല്ലേ? സോ രണ്ടാമത്തെ ആളുടെ ഡിഗ്രി വരുന്നത് 1 ആണ്. മൂന്നാമത്തെ ആളുടെ ഡിഗ്രി എന്തെങ്കിലും പറഞ്ഞേ. ഈ ഒരു പാറ്റേണിൽ നോക്കിയിട്ട് മൂന്നാമത്തെ ആളുടെ ഡിഗ്രി നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ 2 എന്ന് പറയും. ബട്ട് ഇവിടെ ഡിഗ്രി എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. കാരണം നോട്ട് ഡിഫൈൻഡ് ആവാനുള്ള കാരണം നമ്മളില്ലടാ, ഈ ട്രിഗണോമെട്രി ഫംഗ്ഷന്, അതേപോലെ ലോഗരിതം, അതുപോലെ നമ്മളുടെ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ഇവരുടെയൊക്കെ ഇൻപുട്ടിൽ dy/dxോ അല്ലെങ്കിൽ d²y/dx²ഓ അല്ലെങ്കിൽ നമ്മൾ d³ y/dx³ ഇങ്ങനെ ആര് വരാം. അതായത് ട്രിഗണോമെട്രീന്റെ ഉള്ളിൽ, ലോഗിന്റെ ഉള്ളിൽ, ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് ഡിഗ്രി അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാം. അതാണ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോയിന്റ്. ഡിഗ്രി എന്ന് പറയണമെങ്കിൽ പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ഇറ്റ്സ് ഡെറിവേറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇയാൾ എന്തല്ല, പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല, ഇവിടെയും അത് പറയാൻ പറ്റൂല. സോ മൂന്നാമത്തെ കേസിലും 4ാമത്തെ കേസിലും ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഓർഡർ ഡിഗ്രിയിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. യെസ്, നമുക്ക് നേരെ ഇതിന്റെ സൊല്യൂഷനിലേക്ക് എടുക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? 3 മെത്തേഡ് ഉണ്ട്. വേരിയബിൾ സെപ്പറബിൾ ഫോം, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ നമ്മളുടെ ഫസ്റ്റ് ഫോമായ വേരിയബിൾ സെപ്പറബിൾ ഫോം ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ നമ്മളില്ലടാ എക്സുകളെ മൊത്തം ഒരു സൈഡും വൈ മൊത്തം വേറെ സൈഡും. എക്സും വൈ ആണ് വേരിയബിൾ എങ്കിൽ, സോ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ XY എന്ന് പറഞ്ഞ 2 വേരിയബിൾ ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, എക്സ് കാണുന്ന വേരിയബിൾ മൊത്തം ഒരു സൈഡ്, വൈ കാണുന്ന വേരിയബിൾ മൊത്തം മറ്റൊരു സൈഡ്. അത് ഡിവൈയും DX ഒക്കെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ dy/dx എന്ന് കാണുന്നുണ്ട്.
ഇത് y ആണ്, ഇത് x ആണ്. എക്സും വൈയും വേറെ വേറെ നിൽക്കണം എന്ന് പറഞ്ഞു. സോ dy/dx കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ ഇക്വേഷൻ ആണ്, ഈക്വൽ ടു സിമ്പൽ എന്തായാലും ഉണ്ടാവും. സോ ഒരു സൈഡിൽ എക്സും ഒരു സൈഡ് വൈയും. സോ ഏത് സൈഡാ എക്സ് ഏത് സൈഡാ വൈ ആ നോക്കാന്നുള്ളത് dy/dx നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതായത് താഴെയുള്ള ആൾ എപ്പോഴും, അതായത് dy ആയാലും dx ആയാലും ആരും താഴെ ഉണ്ടാവരുത്. ഡിവൈയോ dxോ ഇനിയിപ്പോ dsഓ dtോ ഈ ഡെറിവേറ്റീവ് പാർട്ട് ഒരിക്കലും ഡിനോമിനേറ്ററിൽ ഉണ്ടാവരുത്. സോ ഈ dxനെ അങ്ങോട്ട് കൊണ്ടുപോകണം. സോ നമുക്ക് എന്ത് പറയാം, dy ഈക്വൽ ടു ഇവിടെ ആരുണ്ട് 1+x² ഉണ്ട്. ഈ താഴെയുള്ള dx ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു dx ആവും. കറക്റ്റ് അല്ലേ? ഈ ബൈ dxനെയാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടത്, ഇപ്പൊ ഇൻറ്റു dx ആവും. അപ്പോൾ ഇവിടെ എക്സ് ഇല്ലാത്തൊരു 1+y² എന്ന് പറയുന്ന ടേം ഉണ്ട്. സോ എക്സും വൈയും സെപ്പറേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യണം, ഒരുപോലെയുള്ള വേരിയബിൾ ഒരുപോലെ നിൽക്കണം. സോ ഇവിടെ x² 1+x² ഓക്കെ, dx ഓക്കെ, dx ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോയതാട്ടോ. ഇത് കൂടാണ്ട് ഒരു 1+y² ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ dy ഉണ്ട്, y മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സ് വരാത്ത ആള് മീൻസ് എക്സ് ഇല്ലാത്ത ആരുണ്ട് 1+y² ഉണ്ട്. അപ്പൊ അയാൾ ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മളില്ലടാ ഈ dx എന്ന് പറയുന്ന ആളെ അതേപോലെ 1+y² ഈ രണ്ടാളുകൾ നമ്മൾ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യും. dx അങ്ങോട്ട് പോകും, അവിടെയുള്ള 1+y² ഇങ്ങോട്ട് വരും. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ 1+y² വരുമ്പോൾ എന്താവും, ഇവിടുത്തെ ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പൊ ആക്ച്വലി വരുന്നത് ഈ dx ഇവിടെ വരും, 1+y² ഇങ്ങനെ വരും. ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. സോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം. സോ ഇവിടെ dx എന്ന് പറയുന്ന ആള് ഇവിടെ ന്യൂമറേറ്ററിൽ വന്നു. ഇവിടെ ഓൾറെഡി ഒരു dy എന്ന ടേം ഉണ്ട്, അയാളുടെ ഡിനോമിനേറ്ററിൽ കാര്യം വന്ന് 1+y² വന്ന്. നമുക്കൊന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളെ മാത്സിന്റെ ഒരു ബേസ് തന്നെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഇല്ലേ 2/3 എന്ന് പറഞ്ഞു. ഇപ്പൊ 2/3 എന്ന് പറഞ്ഞാൽ എന്താ, 1/3 × 2 എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന് വേഗം നോക്ക്. 1 × 2 ആണ് ന്യൂമറേറ്ററിൽ കാണുന്നത്. 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, ബൈ 3 അപ്പൊ സെയിം ആണ്. അപ്പൊ ഇങ്ങനെ a/b ഫോമിലുള്ള ആളെ നമുക്ക് എന്താ അറിയാം, 1/b × a എന്ന് വിളിക്കാം. നമ്മളിത് ഇന്റഗ്രേഷൻ പറയുമ്പോൾ പറഞ്ഞ കാര്യമാണ്. സോ ഇയാള് നമ്മൾ ചെയ്യേണ്ട കാര്യം, അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുക, പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. വേരിയബിൾ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ദിസ് ഈക്വൽ ടു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ dy എന്നൊന്ന് ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി മാറ്റി നിർത്തി. അവിടെ താഴെ 1+y² ഉണ്ട്, റൈറ്റ് സൈഡിൽ അങ്ങനെ തന്നെ ഇവിടെ 1+x² ഉണ്ട്. dx-നൊന്ന് മാറ്റി നിർത്തി. യെസ്, ഇനി ഇവിടെ ആരുണ്ട്, ഇവിടെ 1 എന്ന് കൊടുത്താൽ മതി. 2/3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നാ പഠിച്ചിട്ടുള്ളത്, 1/3 × 2 എന്ന് വിളിക്കുന്ന പോലെ ഇയാളെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. ഇനി രണ്ട് സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഭയങ്കര ബേസിക് ആണ്, ഭയങ്കര ഡയറക്റ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. 1+y², 1+y² എന്ന് പറഞ്ഞ ആളെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, 1+y² dy എന്ന് പറയുന്നതും രണ്ടും ഒരേ റിസൾട്ട് ആണ്. ഒന്ന് എക്സിലാണ്, ഒന്ന് വൈയിലാണ്. ദാറ്റ് ഈസ് ഓൺലി ഡിഫറൻസ്. 1/1+y². എന്താ ഇക്വേഷൻ വരുന്നത്, tan ഇൻവേഴ്സ് y പ്ലസ് c ഉണ്ടാവും. ബട്ട് പ്ലസ് c ഇപ്പൊ കൊടുക്കണ്ട, ലാസ്റ്റ് അവിടെ കൊടുത്താൽ മതി കേട്ടോ. tan ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x ആണ്. ഇത് രണ്ടും സ്റ്റാൻഡേർഡ് റിസൾട്ടാ. സോ ഇവിടെ ഒരു പ്ലസ് c ഉണ്ട്, ഇവിടെയും ഒരു പ്ലസ് c ഉണ്ട്. c1 c2 എന്ന് വിളിക്കാം. ഈ c1 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, c2 - c1 ആവും. ഈ ഒറ്റ കോൺസ്റ്റന്റ് മൊത്തത്തിൽ c എന്ന് മാത്രം കാണിച്ചാൽ മതി. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ഒക്കെ അറ്റ് ദി എൻഡ് നിങ്ങൾ കാണിച്ചാൽ മതി. സോ പ്ലസ് c, ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഈ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. സോ ഈ ക്വസ്റ്റ്യനിൽ ഈക്വൽ ടു 0 കാണുന്നുണ്ട്, ഇവിടെ dx ഉണ്ട്, dy ഒക്കെ കാണുന്നുണ്ട് അല്ലേ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു ടേമിന് അതർ സൈഡിലേക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം, ഈ sec²y tan x എന്ന് പറയുന്ന ഈ ടേമിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഈക്വൽ ടു അതർ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്താവും, ഓൾറെഡി പ്ലസ് ആയിട്ട് നിൽക്കുന്ന ടേം ആണ്, അവിടെ 0 ഉള്ളത്. സോ അത് മൈനസ് ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ. സോ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്റെ കൂടെ നിങ്ങൾ പറയണം കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം മാത്സ് ആണല്ലോ, നിങ്ങൾ എന്റെ കൂടെ തന്നെ ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടൂല. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇവിടെ ആദ്യത്തെ ടേം ആരാ, sec²x, ഒരു tan y ഉണ്ട്, ഒരു dx ഉണ്ട്. sec²x × tan y × dx ഈക്വൽ ടു, ഇനി എന്താ ചെയ്യണ്ടേ, ഈക്വൽ ടു നമ്മളിപ്പോ അങ്ങോട്ട് കൊണ്ടുപോയ ടേം അതാരാ, sec²y × then ആരുണ്ട്, tan x ഇൻറ്റു ആരുണ്ട്
ഡി വൈ ഉണ്ട്. ഈ ടേം അങ്ങോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു മൈനസ് കാണിക്കണം, കാരണം ഓൾറെഡി പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ടേമാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഇവിടെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പം ഞാൻ അതിൻ്റെ കൃത്യമായ ഒരു പ്ലാനിലൂടെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എക്സിലെ ടേമിന് ഒരു കളറും വൈയിലെ ടേമിന് ഒരു കളറും കൊടുത്ത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം കേട്ടോ. സോ നോക്കടാ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ ഡി എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്, ഇവിടെ ഡി വൈ ഉണ്ട്. സോ എക്സുള്ള സ്ഥലം മീൻസ് ഡി എക്സുള്ള സ്ഥലമാണ് എക്സിന്റെ പ്ലേസ്. സോ ഇവിടെ ഡി എക്സ് ഉള്ളതുകൊണ്ട് ഇത് എക്സിന്റെ പ്ലേസ് ആണ്, ഇവിടെ ഡി വൈ ഉള്ളതുകൊണ്ട് ഇത് വൈയുടെ പ്ലേസ് ആണ്. സോ ഇവിടെ എക്സ് അല്ലാത്ത ആളുകളെ മൊത്തം നമ്മൾ തട്ടണം. സോ ഇത് എക്സിന്റെ പ്ലേസ് ആണ്, ഇത് വൈന്റെ പ്ലേസ് ആണ്. ഇവിടെ എക്സ് അല്ലാത്ത ആളെ അങ്ങോട്ട് കൊണ്ടുപോകണം, ഇവിടെ വൈ അല്ലാത്ത ആളെ ഇങ്ങോട്ടും കൊണ്ടുവരണം. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സോ എക്സ് അല്ലാത്ത ടാൻ വൈ ഉണ്ട്, ടാൻ എക്സ് ഉണ്ട്. സോ ടാൻ എക്സും ടാൻ വൈയും രണ്ട് സൈഡിലേക്ക് പോകും. സോ ഇയാളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? മൾട്ടിപ്ലിക്കേഷനിൽ നിൽക്കുന്ന ടേം ആണ്, അങ്ങോട്ട് പോകുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും. സോ ഈ രണ്ട് ടേം ഇന്റർചേഞ്ച് ചെയ്യണം. ടാൻ വൈ എന്ന് പറയുന്ന ടേമും ടാൻ എക്സ് എന്ന് പറയുന്ന ടേമും, ടാൻ എക്സ് ഇവിടുത്തെ ഡിനോമിനേറ്ററിലേക്ക് ടാൻ എക്സ് ആയിട്ട് വരും. അതുപോലെ ഈ ടാൻ വൈ ഇവിടുത്തെ ഡിനോമിനേറ്ററിലേക്ക് വരും. ടാൻ വൈ അങ്ങോട്ട് പോകുമ്പോൾ സീക്സ് സ്ക്വയറിന്റെ താഴെ എഴുതി കൊടുത്താൽ മതി. ഈ ടാൻ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ സീക്സ് സ്ക്വയർ എക്സിന്റെ താഴെ എഴുതി കൊടുത്താൽ മതി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ദിസ് ഈക്വൽ ടു സീക്സ് സ്ക്വയർ, ഞാനിപ്പോൾ ആ ഇന്റർചേഞ്ച് ചെയ്യുന്ന മുന്നേ ഉള്ള സ്റ്റെപ്പ് ആയിരുന്നു കേട്ടോ. സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ഒരു സൈഡിലുണ്ട്, ദിസ് ഈക്വൽ ടു അതർ സൈഡിൽ ആരുണ്ട്? മൈനസ് സീക്സ് സ്ക്വയർ വൈ ഇൻറ്റു ഡി വൈ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ കൊണ്ടുപോയ ഡിനോമിനേറ്റർ രണ്ട് സ്ഥലത്ത് കാണിക്കാം. സോ ഇവിടെ ആരുണ്ട്? ടാൻ എക്സ് വന്ന്, ഇവിടെ ആര് വന്ന്? ടാൻ വൈ വന്ന്. ജസ്റ്റ് രണ്ടുപേരും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേരിയബിൾ സെപ്പറേറ്റ് ആയോ ഉടനെ ഇന്റഗ്രേറ്റ് ചെയ്താളാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഞാനിവിടെ ഇന്റഗ്രേഷനിലേക്ക് എടുക്കാണ്. രണ്ട് സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ബേസിക് റൂൾ ഉണ്ട്. നിങ്ങൾക്ക് ഇത് നോക്ക്, നിങ്ങൾക്ക് പരിചയം ഉണ്ടോ നോക്ക്. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുക നിങ്ങൾ അടിപൊളിയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി നമ്മൾ ഇന്റഗ്രേഷന്റെ ആ ഒരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇന്റഗ്രേഷനെ പറ്റി പറയുന്നുണ്ട്. സോ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇന്റഗ്രേഷന്റെയും ഡിഫറൻഷിയേഷന്റെയും ബേസിക് ഐഡിയാസ് ഉണ്ടായിരിക്കണം. സോ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ആക്ച്വലി ഇത് ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. ബട്ട് നമ്മൾ റിസൾട്ട് പഠിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പഠിച്ച റിസൾട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾക്ക് പരിചയമുള്ള ഇന്റഗ്രൽ ആണത്. അതായത് ഇന്റഗ്രൽ താഴെ ഒരു ഫംഗ്ഷൻ ഓർമ്മ ഉണ്ടോ, മുകളിൽ അതിന്റെ ഡെറിവേറ്റീവ്. ഈ ഫോമിൽ നിങ്ങൾ ഇന്റഗ്രേഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ പറയാം. അപ്പോൾ ആർക്കെങ്കിലും ഓർമ്മ വന്നോ? ഇതിന്റെ ആൻസർ വരുന്നത് ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആയിരിക്കും. ലോഗ് മോഡ് ഡിനോമിനേറ്റർ, ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മളുടെ റിസൾട്ട് വരുന്നത്. യെസ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ താഴെ കാണുന്ന ആള് ടാൻ എക്സ് ആണ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്സ് സ്ക്വയർ എക്സ്. ഇത് ടാൻ വൈ ആ, അതിന്റെ ഡെറിവേറ്റീവ് സീക്സ് സ്ക്വയർ വൈ. സോ ഇയാളുടെ ആൻസർ എന്ത് വരും? ദിസ് ഈക്വൽ ടു ലോഗ് മോഡ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് സി ഉണ്ട്. സി ഒന്നും നമ്മളിപ്പോൾ എഴുതൂല എന്ന് പറഞ്ഞ് ദിസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആരുണ്ട്? മൈനസ് ഉണ്ട്. മൈനസ് ലോഗ് മോഡ് ആരുണ്ട്? ടാൻ വൈ പ്ലസ് സി. സോ ഇതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് പേജിൽ എഴുതാം. സോ ദിസ് ഈക്വൽ ടു, ഞാൻ ഇതേ സ്റ്റെപ്പ് തന്നെ വെച്ചിട്ട് തുടങ്ങാം കേട്ടോ. സോ ദിസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ആ മൈനസ് ആയ ലോഗ് ടേമിനെ അങ്ങോട്ട് കൊണ്ടുവരാം. സോ ഓൾറെഡി ഇവിടെ ആരുണ്ട്? ലോഗ് മോഡ് ടാൻ എക്സ് ഉണ്ട്. മൈനസ് ആയി നിൽക്കുന്ന ഈ ടേം ഈക്വൽ ടുന്റെ അതർ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് ആയിട്ട് മാറും. സോ ഇത് പ്ലസ് ആയിട്ടോ, മൈനസ് ആയിട്ട് നിൽക്കുന്ന ആ ടേം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത് പ്ലസ് ആയി. ആ ഇനി അവിടെ ആരുണ്ട്? സി ഉണ്ട് അല്ലെ. സി എന്ന് പറയുന്ന ആളുണ്ട്. ലോഗിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടടാ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോമിൽ നിങ്ങൾ ആളുകളെ കണ്ടാൽ ലോഗ് എ ബി ആയിട്ട് നിങ്ങൾക്ക് അവരെ കോൾ ചെയ്യാം. ലോഗ് എ പ്ലസ് ലോഗ് ബിനെ നമുക്ക് ലോഗ് എ ബി ആക്കാം. സോ ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് ലോഗ് ടാൻ എക്സും ലോഗ് ടാൻ വൈയും കാണാൻ പറ്റുന്നുണ്ട്. രണ്ടും ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോമിലാണ്. സോ ദിസ് ഈക്വൽ ടു ലോഗ് എ ബി, അതായത് ലോഗ് മോഡ് എ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്, ബി എന്ന് പറഞ്ഞാൽ ടാൻ വൈ ആണ്. സോ ലോഗ് മോഡ് ടാൻ എക്സ് ടാൻ വൈ
വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞ സീനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എല്ലാവരും സൈൻ എക്സ് സൈൻ വൈ, മൊത്തം സൈൻ ആണെങ്കിൽ നമുക്ക് സീനെ സൈൻ സി എന്ന് എഴുതാം, മൊത്തം ടാൻ ആണെങ്കിൽ ടാൻ സി എന്ന് എഴുതാം, മൊത്തം ലോഗിലാണെങ്കിൽ ലോഗ് സി എന്ന് എഴുതാം. സോ ഈ സീനെ ഞാൻ എന്ത് ചെയ്യാണ്, ലോഗ് സി എന്ന് വിളിക്കുകയാണ്. ലോഗ് സി എന്ന് വിളിച്ച് രണ്ട് സൈഡും നമ്മൾ എക്സ്പോണന്റ് എടുക്കും. എക്സ്പോണന്റ് പറഞ്ഞാൽ ഇ റേസ്റ്റ് എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഇത് കട്ടാവും. ഓർ സിംപ്ലി രണ്ട് സൈഡും ലോഗ് കട്ടായി എന്ന് വിചാരിക്കുക. ഓർ നമുക്ക് എന്ത് പറയാം, ഓർ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ, ഓർ ടാൻ എക്സ് ടാൻ വൈ ഈസ് ഈക്വൽ ടു സി. ദിസ് ഈസ് ദി ഫൈനൽ വാല്യൂ. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ അത്. പ്രീവിയസ് ഇയറിലൊക്കെ കുറച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയറിലൊക്കെ പലതവണ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ വേരിയബിൾ സെപ്പറബിൾ ഫോം. സോ നമ്മളിപ്പോൾ ചെയ്ത് കിട്ടുന്ന എല്ലാ ആൻസറിലും സി എന്ന് പറയുന്ന ആളില്ലേ, ഈ സിക്ക് ഒരു വാല്യൂ ഉണ്ടോ അത് കാണാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റ തരും. ഇപ്പോൾ എന്താണ്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എക്സ് വൈൻ്റെ വാല്യൂ പറയും. എക്സ് നിങ്ങൾ ഈ വാല്യൂം വൈക്ക് ഈ വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് സി കിട്ടുമെന്ന് മനസ്സിലാക്കാം. സോ ഇവിടെ എക്സും വൈ കാണുന്നത് ഞാൻ ആ വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് സി കിട്ടും. ആ സി വാല്യൂ ഇവിടെ തിരിച്ച് ചെയ്താൽ ഇപ്പോൾ എക്സിന് നമ്മൾ π/4 എന്നും വൈക്ക് നമ്മൾ π/3 എന്ന് കൊടുത്ത്, അതായത് ഇത് 45 ഡിഗ്രി, എക്സിൻ്റെ വാല്യൂ 45 ഡിഗ്രി. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു π/4 ഇത് റേഡിയൻ ആയതുകൊണ്ട് ഇവിടെ π/6 അല്ലെങ്കിൽ π/3 എഴുതി. സോ ടാൻ π/4ന്റെ വാല്യൂ 1, ഇയാളുടെ വാല്യൂ 1, ഇയാളുടെ വാല്യൂ എത്ര, √3. സോ 1 × √3 ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ സീൻ്റെ വാല്യൂ √3 ആണ്. സോ ടാൻ 60ന്റെ വാല്യൂ ആണ് √3. സോ സീൻ്റെ വാല്യൂ √3 എന്നിട്ട് ഫൈനലി √3 എന്ന് കൊടുക്കുക. അപ്പൊ സി വരുന്ന കേസും സിക്ക് വരെ വാല്യൂ കൊടുക്കേണ്ട കേസ് ഉണ്ടോ? അപ്പൊ ഇവിടെ സീൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയണം എക്സ് π/4 എന്നും വൈയുടെ വാല്യൂ π/3 എന്നും. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തരും. അങ്ങനെ തന്നാൽ നമ്മൾ ഫൈനലി ഈ ഒരു സ്റ്റെപ്പിൽ വാല്യൂ കൊടുക്കണം. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. അതായത് പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സീൻ്റെ വാല്യൂ നമ്മൾ എഴുതണം. സീൻ്റെ വാല്യൂ എഴുതിയിട്ടില്ലെങ്കിൽ അതൊരു ജനറൽ സൊല്യൂഷൻ ആയിട്ട് മാറും. ഇവിടെ ഈ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത് പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനാണ്. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സീൻ്റെ വാല്യൂ നമ്മൾ എഴുതണം. സോ നോർമലി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വരുന്നത് dy/dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ഡി എക്സ് താഴെ കാണുന്നുണ്ട്. സോ ഡി എക്സ് എന്തായാലും അങ്ങോട്ട് പോകണം. സോ ഡി എക്സ് വന്നു കഴിഞ്ഞാൽ ഇത് എക്സിന്റെ റീജിയനാണ്. സോ എക്സ് ഇല്ലാത്ത ആൾക്കാരൊക്കെ അങ്ങോട്ട് വരണം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, dy ഈക്വൽ ടു -4xy² dx. സോ ഇവിടെ ആരുണ്ട്, ഒരു y² എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലേ. ഈ y² എന്ന് പറഞ്ഞ ടേമിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, y² എന്ന് പറയുന്ന ടേമിന് നമ്മൾ ഈക്വൽ ടുന്റെ അതർ സൈഡിലേക്ക് പോകണം. കാരണം ഇവിടെ എക്സിന്റെ റീജിയൻ ആയിട്ട് മാറി. സോ ദിസ് ഈക്വൽ ടു ഡിവൈൻ്റെ ഡിനോമിനേറ്ററിൽ ആര് വരും, y² വരും, y². അപ്പോൾ ഡിവൈനെ ഞാൻ സെപ്പറേറ്റ് ഒന്ന് മാറ്റി എഴുതി. ദിസ് ഈക്വൽ ടു -4 × x dx. സോ വേരിയബിൾ സെപ്പറേബിൾ ആയതുകൊണ്ട് നേരെ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. ഇവിടെ 1/, കൊടുക്കുന്നുണ്ട്. ആക്ച്വലി വരുന്നത് dy/y² ആണ്. dy/y² എന്നാണ് നമ്മൾ 1/y² എന്ന് വിളിക്കുന്നത്. തൊട്ട് മുന്നേ നമ്മൾ പ്രോബ്ലത്തിൽ അത് ഡിസ്കസ് ചെയ്തല്ലോ. അതായത് നമുക്ക് എന്ത് ചെയ്യാം, 2/3 എന്ന് പറഞ്ഞാൽ 1/3 × 2 എന്ന് എഴുതാം. ആ ഒരു പാറ്റേണിലല്ലേ നമ്മൾ dy/1 + y² എങ്ങനെ എഴുതിയേ. അപ്പൊ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യനിൽ dy/y² എന്നാ വരാം. y² ഇങ്ങോട്ട് വരുമ്പോൾ y² ആവും. അയാളെ 1/y² ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ ഒരു സി ഉണ്ടാവും. ആ സീന്റെ വാല്യൂ കണ്ടുപിടിച്ച് തിരിച്ച് അവിടെ തന്നെ ഇട്ട് കൊടുത്താൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് മാറി. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക. 1/y² ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ -1/y ആ. കാരണം 1/x ഇന്റഗ്രൽ -1/x². അപ്പൊ ഇയാൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/x കിട്ടും. ഇവിടെ മൈനസ് ഇല്ലാത്തതുകൊണ്ട് മൈനസ് ഇങ്ങോട്ട് കൊടുക്കുക. അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് കേട്ടോ. 1/y² ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ -1/y ആണ്. ദിസ് ഈക്വൽ ടു -4 ഒരു സൈഡിലുണ്ട്. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, x²/2 കിട്ടും പ്ലസ് സി. ഇത് ചെയ്യേണ്ട കാര്യം, ഇവിടെ നമുക്ക് 4 കട്ട് ചെയ്യാം. സോറി 4ഉം 2ഉം കട്ട് ചെയ്യാം. ഇവിടെ ആര് വരും, 2 വരും. രണ്ട് സ്ഥലത്തും ആരുണ്ട്, മൈനസ് ഉണ്ട്. ഈ രണ്ട് മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഫൈനലി എന്ത് കിട്ടും, 1/y ഈക്വൽ ടു 2x² + c എന്ന് കിട്ടും. അപ്പോൾ y എന്ത് കിട്ടും, 1/y ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സോ ഇതിപ്പോൾ 1/y അല്ലേ, നമുക്ക് വേണമെങ്കിൽ 2x²/y 2x² + c/1 എന്നുള്ള രീതിയിൽ കാണാം. ഓർ y ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 1/y റെസിപ്രോക്കൽ എടുത്ത് 1/y റെസിപ്രോക്കലാണ് y. അപ്പോൾ അവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2x² + c എന്ന് പറയുന്ന ഫോമിലേക്ക് മാറും.
ഇതാണ് നമ്മളുടെ ജനറൽ സൊല്യൂഷൻ. സോ ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സിന്റെയും വൈന്റെയും വാല്യൂ തന്നിക്കണേ. ഈ വാല്യൂ നമ്മൾ ഇതിൽ കൊടുത്താൽ സി കിട്ടും. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. സോ ഗിവൺ കാര്യമാണ് y ഈക്വൽ ടു 0 എന്നും എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നും പറഞ്ഞിട്ടുണ്ട്. y 1 ആവുമ്പോൾ അല്ലെങ്കിൽ എക്സ് 0 ആകുമ്പോൾ y 1 ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇംപ്ലൈസ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കാം. സോ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് y ഈക്വൽ ടു 1/2x² പ്ലസ് c എന്ന് കിട്ടിയിട്ടുണ്ട്. സോ എക്സിനും വൈക്കും ഈ വാല്യൂസ് കൊടുക്കുക. സോ എക്സിന് 1 എന്നും ഞാൻ 1 എന്ന് കൊടുത്ത് 2 × 1² 2 × 1² ഇവിടെ y ഈക്വൽ ടു 0 ഈക്വൽ ടു ഈ ഫോമിലേക്ക് മാറും. സോ ദിസ് ഈക്വൽ ടു 0 ഈക്വൽ ടു 1/2 പ്ലസ് c എന്ന് കിട്ടും. ഓർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ അത് കൊടുക്കാം. y ഈക്വൽ ടു 1 വെൻ x ഇസ് ഈക്വൽ ടു 0. നമ്മൾ കൊടുത്ത വാല്യൂ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. വൈയുടെ വാല്യൂ 1 ഉം എക്സിന്റെ വാല്യൂ 0 അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വൈയുടെ വാല്യൂ 1 എന്നാ കൊടുക്കേണ്ടത്, എക്സിന്റെ വാല്യൂ 0 എന്നും കൊടുക്കണം. സോ ദിസ് ഈക്വൽ ടു നമ്മൾ എല്ലാതെ കൊടുത്ത നമുക്ക് കിട്ടുന്ന ഒരു നോൺ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ y 1 ഉം എക്സ് 0 എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിൽ കൊടുക്കണം. സോ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടിയില്ലേ. സോ ദിസ് ഈക്വൽ ടു 1 ഈക്വൽ ടു 1/c എന്ന് കിട്ടും. 2 × 0 0 ആണ്, അപ്പോൾ ഇത് കട്ടാവും. സോ 1/c എന്ന് മാത്രമേ മാറി. 1 ഈക്വൽ ടു 1/c എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഫോർ c എന്ന് പറയുന്ന ആളുടെ വാല്യൂ എന്താ, c എന്ന് പറയുന്ന ആളുടെ വാല്യൂ 1 ആണ്. സോ c-ന്റെ വാല്യൂ 1 കിട്ടി. സോ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ മാറ്റി, ഇതാണ് ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് y ഈക്വൽ ടു 1/2x² പ്ലസ് c ആയിരുന്നു. ആ c-ന്റെ വാല്യൂ നമ്മൾ ഇതിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. സോ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി. സോ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ c ഉണ്ടാവില്ല, ജനറൽ സൊല്യൂഷൻ ആണെങ്കിൽ c ഉണ്ടാവും. സോ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് തീരാണ്. നേരെ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് അടുക്കാണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊരു പ്രൊസീജിയർ ആണ്. അതായത് ഇതാണ് പ്രൊസീജിയർ. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx പ്ലസ് py ഈക്വൽ ടു q എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ എഴുതണം. യെസ്, ദെൻ എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഇതിൽ പി ക്യൂ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. സോ പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, പിയും ക്യൂനും എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഈ ഫോമിലേക്ക് മാറ്റിയിട്ട് ഈ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ആക്ച്വലി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഫോമിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പി ക്യൂ പിക്ക് ചെയ്യണം. അത് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ പറയാണ് ax is equal to 2x പറഞ്ഞാൽ a equal to 2 എന്ന് നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റൂലേ. സോ അതേപോലെ പി ക്യൂ എന്ന് പറഞ്ഞ ആളെ നമ്മൾ പിക്ക് ചെയ്യണം. ബട്ട് പി ക്യൂം ക്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ പ്രത്യേകത എക്സിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും ഫങ്ഷൻസ് ഓഫ് എക്സ് അലോൺ. സോ ഇതാണ് നമ്മളുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ബേസിക് ഫോം. സോ ഈ ഫോം നിങ്ങൾ പഠിച്ചിരിക്കണം. dy/dx പ്ലസ് py ഈക്വൽ ടു ക്യൂ ഫോമിലുള്ള ആളുകളൊക്കെ നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഇതെങ്ങനെ സോൾവ് ചെയ്യുക, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. നിങ്ങളൊരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ IF എന്താ നമ്മളതിനെ ഷോർട്ട് ആയിട്ട് വിളിക്കുക, e⁻∫ pdx. ഇവിടെ ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. e⁻∫ pdx ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആളാണ് നമ്മളുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ആള്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആണ് പി എന്ന് പറഞ്ഞാൽ. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക, ദെൻ പി ക്യൂ എന്താന്ന് ലിസ്റ്റ് ചെയ്യുക, ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയാൽ പിന്നെ 1 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് നിങ്ങൾ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ചെയ്യുക. അതായത് വൈനെ ജസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈക്വൽ ടു കൊടുക്കുക, എഗെയിൻ ഒരു ഇൻ്റഗ്രലിന്റെ സിമ്പിൾ ഇടുക. ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്ത് നമ്മളുടെ ആളുണ്ടല്ലോ, ആ ക്യൂവിനെ വീണ്ടും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് y ഇൻറ്റു IF is equal to integral q into IF dx plus c. This is the solution. അതായത് y into IF is equal to integral q into IF dx plus c. ഇത്ര ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കൂടുതൽ ക്ലാരിറ്റിയിൽ എത്തിക്കാൻ പറ്റും കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ഫോമിലേക്ക് മാറ്റണം. സെക്കൻഡ് സ്റ്റെപ്പ് പി എന്താണെന്നും ക്യൂ എന്താണെന്നും ലിസ്റ്റ് ചെയ്യുക, ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാം, നേരെ ഇതേപോലെ സൊല്യൂഷൻ ചെയ്താൽ
സോ ഈ ഒരു സാധനം പഠിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. യെസ്, നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. സോ ഇതൊരു ഇവിടെ പറയില്ല കേട്ടോ, നിങ്ങൾ ഇവിടെ വേരിയബിൾ സെപ്പറബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. സോ വേരിയബിൾ സെപ്പറബിൾ ഫെയിൽ ആകുമ്പോഴാണ് നമ്മൾ ലീനിയറിലേക്കും ബാക്കി രണ്ട് ഫോമിലേക്കൊക്കെ നമ്മൾ കിടക്കുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് ലീനിയറിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കാം. ലീനിയറിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താ? dy/dx. ഞാൻ ആ സ്റ്റാൻഡേർഡ് ഫോം എഴുതുന്നുണ്ട്. dy/dx പ്ലസ് py ഈക്വൽ ടു q. ഈ ഫോമിലാണ് ഇല്ലേ നോക്കാം. സോ dy/dx py is equal to q ഫോമിൽ ചിലപ്പോൾ ആവില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആ ഫോമിലാണ്. സോ നമ്മൾ ചെയ്യേണ്ട p എന്താണെന്നും q എന്താണെന്നും ലിസ്റ്റ് ചെയ്യാം. സോ ഇതിൽ p എന്ന് പറഞ്ഞ ആളാരാ? p എന്ന് പറഞ്ഞാലും q എന്ന് പറഞ്ഞാലും എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആണ്. dy/dx ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ 2dy/dx എന്ന് കാണാം. അങ്ങനെ കാണി നിങ്ങൾ എല്ലാവരും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത് ഇവിടെ കട്ടായിട്ട് dy/dx ഫ്രീ ആവും. ഇനി py ന്റെ സ്ഥാനത്ത് y/x കാണണം. നോക്കണേ, py ഈക്വൽ ടു y/x. py എന്ന് പറഞ്ഞാൽ p ഇൻറ്റു y ആ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 2/3നെ 1/3 ഇൻറ്റു 2 എന്ന് വിളിക്കാം. അതേപോലെ y/x നമുക്ക് എന്താക്കാം? 1/x ഇൻറ്റു y എന്ന് വിളിച്ചൂടെ? ക്ലിയർ ആണോ? y/x-നെ നമുക്ക് എന്ത് വിളിക്കാം? 1/x ഇൻറ്റു y. അങ്ങനെ വിളിച്ചത് ഒരു py ഫോമിലാണ്. ഇറ്റ്സ് വെരി ക്ലിയർ. p ന്റെ വാല്യൂ 1/x ആണ്. സോ p ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ p ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞല്ലോ. സോ ഹിയർ p എന്താന്ന് q എന്താന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. സോ ഇയാൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഫോമിലേക്ക് മാറ്റാണ്. അതായത് dy/dx അവിടെ ഉണ്ട്, അതിലൊരു ചേഞ്ചും വരുത്താനില്ല. dy/dx പ്ലസ് py എന്നാ പറഞ്ഞ p എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1/x ഇൻറ്റു y ഫോമിലാണ്. സോ dy/dx പ്ലസ് py ഈക്വൽ ടു q. q എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ x² ഉണ്ട്. സോ ഫ്രം ഹിയർ ഇറ്റ്സ് വെരി ക്ലിയർ. p എന്ന് പറഞ്ഞ ആളുടെ വാല്യൂ ഹിയർ p എന്ന് പറഞ്ഞ ആളുടെ വാല്യൂ 1/x ആണ്. q എന്ന് പറഞ്ഞ ആളുടെ വാല്യൂ x² ആണ്. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോമിൽ ചെയ്താൽ p എന്താണെന്നും q എന്താണെന്നും ലിസ്റ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഹിയർ IF അതായത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ആള് ഹിയർ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e⁻ഇന്റഗ്രൽ p dx ആണ്. സോ പിന്റെ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. e⁻ഇന്റഗ്രൽ p എന്ന് പറഞ്ഞാൽ ആളാ 1/x ആണ്. സോ 1/x-ന്റെ ഇന്റഗ്രൽ എന്താ? സ്റ്റാൻഡേർഡ് ഫോമാണ് 1/x എന്ന് പറയുന്നത്. 1/x-ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലോഗ് mod x ആണ്. സോ ദിസ് ഈക്വൽ ടു ആര് വന്ന് ലോഗ് mod x പ്ലസ് c വന്ന്. c ഒന്നും കൊടുക്കണ്ട, കാരണം അവസാനം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റ് ഒരു c ഇവിടെ കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് ഒരു c കൊടുത്താൽ മതി. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്, നിങ്ങൾ c എഴുതാൻ നിൽക്കണ്ട. റെഡി? സോ e⁻log വന്ന് നേരത്തെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതായത് ഈ രണ്ട് സ്ഥലത്തും ലോഗ് വന്ന് ലോഗ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അത് ഈ ലോഗ് വന്നപ്പോൾ കട്ടാവും. ഇവിടെ ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ലോഗ് കട്ടായി എന്ന് വിചാരിച്ചാൽ മതി. ലോഗും ഈന്റെയും പ്രത്യേകത അത് ഇൻവേഴ്സസ് ടു ഈച്ച് അതർ ആണ്. സോ ഇവിടുത്തെ കേസിൽ e⁻log കാണുന്നുണ്ടല്ലോ. സോ e⁻log ഇപ്പൊ എന്ത് വന്നാലും e⁻log x എന്ന് പറഞ്ഞാൽ x ആണ്. അതായത് ഈയും ലോഗും ഇൻവേഴ്സസ് ആണ്. e⁻x-ന്റെ ഇൻവേഴ്സ് ആണ് log x, log x-ന്റെ ഇൻവേഴ്സ് ആണ് e⁻x. അപ്പൊ ഇതേപോലെ ലോഗിന്റെ ഉള്ളിൽ ഈ വന്നാലും അപ്പോഴും ഇത് കട്ടാവും. ഇൻവേഴ്സ് പറഞ്ഞത് കട്ടായി പോയല്ലോ. സോ e⁻log mod x. സോ ഇയാളുടെ വാല്യൂ നമുക്ക് mod x ഓർ സിംപ്ലി നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ എന്തെടുത്ത് x എടുത്ത്. സോ ഇതെങ്ങനെ x വന്നെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മോഡുലസ് ഓഫ് x ആണ്, ബട്ട് ആക്ച്വലി നമ്മൾ പോസിറ്റീവ് വാല്യൂ എന്നുള്ളൊരു അസംഷനിൽ x എടുത്ത്. സോ ഈ IF-ന്റെ വാല്യൂ നമുക്ക് കിട്ടി. IF കിട്ടിയ പിന്നെ നേരെ ഞാൻ പറഞ്ഞ വൺ സ്റ്റെപ്പ് സൊല്യൂഷൻ ആണ്, നേരെ നമുക്ക് സോൾവ് ചെയ്യാം. therefore നമ്മളുടെ സൊല്യൂഷൻ വരുന്നത് solution is എന്താ സൊല്യൂഷൻ? സൊല്യൂഷൻ ഈസ് y into IF, y into integrating factor, y into IF equal to integral of q into IF, q into IF dx plus c into c ഒക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. സോ y into IF-ന്റെ വാല്യൂ x ആണ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q എന്ന് പറഞ്ഞാൽ ഓൾറെഡി x² ആണ്. സോ x² into
ഐ എഫിന്റെ വാല്യൂ എക്സ് ആണല്ലോ. സോ ഐ എഫ് ഡി എക്സ്. നമ്മൾ ചെയ്ത കാര്യം എന്താ? വൈ ഇൻറ്റു ഐ എഫിന്റെ വാല്യൂ എക്സ് എന്ന് കണ്ടുകൊണ്ട് വൈ ഇൻറ്റു എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഐ എഫ്, അതായത് എക്സ് സ്ക്വയറിന്റെ എക്സ് ഡി എക്സ് എന്ന ഫോമിലേക്ക് മാറും. വൈ ഇൻറ്റു ഐ എഫ് എന്ന് പറഞ്ഞാൽ വൈ എക്സ് അല്ലെങ്കിൽ എക്സ് വൈ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്താ? എക്സ് സ്ക്വയറിന്റെ എക്സ് ആണ് എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ആണ്. എക്സ് റേസ് ടു 4/4 ആണ് നമ്മുടെ എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ വരുന്നത്. സോ വൈ എക്സ് ഈക്വൽ ടു integral of x cube dx that is equal to x raised to 4 divided by 4 plus c എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ വാല്യൂ വരുന്നത്. ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയി. സോ ഇതൊരു ജനറൽ സൊല്യൂഷൻ ആണ്. സി എന്ന് പറഞ്ഞ ആൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സോ ഇനി സി ഇല്ലെങ്കിൽ സീനെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പം ഇവിടെ സി ഇല്ല, ഐ മീൻ സീന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരും എക്സ് ഇസ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 1. ചിലപ്പോൾ ഇല്ലടാ ഇങ്ങനെ തരും എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 1 അങ്ങനെയും തരും. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എങ്ങനെ ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കോൺസെപ്റ്റ് ഇതാണ്, ലോജിക് ഇതാണ്. സോ ഇതോടുകൂടി നമ്മുടെ ഏത് ഫോം തീർന്ന്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തീർന്ന്. ഇനി ഒരു ഫോം ഉണ്ട് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട്. സോ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സും വൈയും മിക്സ് ആയിട്ടുള്ള ഫോമിൽ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാവും. സോ ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞാൽ നമുക്കറിയാം ഡെറിവേറ്റീവ് ആണ്. നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫോമിൽ എഴുതുമ്പോൾ എക്സും വൈ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടുണ്ടോ. സോ അങ്ങനെ തന്നാല് അതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് പറയാം. കണ്ടീഷൻ ഉണ്ട്, ഈ എക്സ് വൈ മിക്സ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വൈ ബൈ എക്സിന് മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റണം. സോ ഇങ്ങനെ വൈ ബൈ എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എക്സ് വൈ മിക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻ എഴുതാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാം? നമ്മളുടെ ഇക്വേഷൻ ഹോമോജീനിയസ് ആണെന്ന് പറയാം. ഇതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് വൈ ബൈ എക്സിലുള്ള ഫംഗ്ഷൻസ് ആക്കി മാറ്റുക എന്നുള്ളത്. യെസ്, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാറടാ? ഇങ്ങനെ വൈ ബൈ എക്സിലുള്ള ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പിന്നെ ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് മാറും. അതായത് നമ്മുടെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട് വേരിയബിൾ സെപ്പറബിൾ എന്താന്ന്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കംപ്ലീറ്റ് ആവും. ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞപ്പോൾ എക്സ് വൈ മിക്സ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ വൈ ബൈ എക്സ് ഉള്ള ഫംഗ്ഷൻ എന്നൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം. യെസ്, നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു പ്രോബ്ലത്തിലൂടെ സോർട്ട് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടെ പറഞ്ഞതുപോലെ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫോമിലേക്ക് മാറ്റണം. ഇവിടെ എന്തുണ്ട്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ടേമിന്റെ കൂടെ ഒരു ടേം ഉണ്ട്. സോ ഇവിടെ ആ ഒരു ടേം അതർ സൈഡിലേക്ക് കൊണ്ടുപോവാം. എക്സ് കോസ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞ ടേമിന് അതർ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫോമിലേക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ മാറും. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ഓൾറെഡി അവിടെ ഒരു ടേം ഉണ്ടല്ലോ. സോ ആ ടേം ന്യൂമറേറ്ററിൽ നിന്നുള്ള ഫോമിലേക്ക് മാറും. വൈ കോസ് വൈ ബൈ എക്സ് പ്ലസ് എക്സ് താഴെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ എക്സ് കോസ് വൈ ബൈ എക്സ് വരും. സോ ഈ ഒരു സംഭവം നോക്ക്, ഡി വൈ ബൈ ഡി എക്സ്. ഇപ്പോൾ വൈ ഈക്വൽ ടു സൈൻ എക്സ്. എന്താ ഡി വൈ ബൈ ഡി എക്സ്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. സോ ഇതാണ് ഇവിടുത്തെ ഡി വൈ ബൈ ഡി എക്സ് വരുന്നത്. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡി വൈ ബൈ ഡി എക്സ് നോക്ക്, എക്സ് ഉണ്ട് വൈ ഉണ്ട്, അങ്ങനെ എക്സും വൈ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു സംഭവം. എക്സും വൈ ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഈ ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് വൈയിലുള്ള ഫംഗ്ഷൻ. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഇൻ എക്സ് കോമ വൈ. സോ ഈ എക്സ് വൈയിലുള്ള ഫംഗ്ഷൻ നമുക്ക് എന്താക്കാൻ പറ്റണം? വൈ ബൈ എക്സിലുള്ള ഫംഗ്ഷൻ ആക്കണം. വൈ ബൈ എക്സിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ടായത്? എക്സ് മാത്രം കാണരുത്, വൈ മാത്രം കാണരുത്, വൈ ബൈ എക്സിൽ കാണണം എല്ലാവരും. സോ ഇവിടെ ഓൾറെഡി ഒരു വൈ ബൈ എക്സ് ഉണ്ട്, ഇവിടെ വൈ ബൈ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് കാണുന്നുണ്ട്, ഇവിടെ വൈ കാണുന്നുണ്ട്, ഇവിടെ എക്സ് കാണുന്നുണ്ട്. ഇതിന്റെ എഫക്റ്റ് ഒഴിവാക്കാണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കംപ്ലീറ്റ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മുകളിലും താഴെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഈ സെയിം ആൾ ദിസ് ഈക്വൽ ടു, ഞാൻ ചെയ്യുന്ന നല്ലപോലെ ശ്രദ്ധിച്ചോളാം, ഈ സെയിം ആൾ ഇസ് ഈക്വൽ ടു നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം മുകളിലും താഴെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് സ്ഥലത്തും ചെയ്യണം. സോ മുകളിൽ രണ്ട് ടേം ഉള്ളതുകൊണ്ട് രണ്ടാളെയും ചെയ്യണം. ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെയും ഡിവൈഡ് ചെയ്യുക, ഇവിടെയും ഡിവൈഡ് ചെയ്യുക. ഞാൻ മുകളിൽ രണ്ട് ടേം ഉണ്ട്, പ്ലസ് എന്ന് പറയുന്ന രണ്ട് ടേം ഉണ്ട്. ആദ്യത്തെ ടേമിനെ ഞാൻ ഇത് കംപ്ലീറ്റ് എക്സ് എന്ന് കൊടുക്കുന്നതും ഒരാളെ മാത്രം കാണിക്കുന്നതൊക്കെ സെയിമാ, വൈ ഇൻറ്റു അല്ലേ. സോ ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്തായിട്ട് മാറും? ഇസ് ഈക്വൽ ടു ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരാളുള്ളത്? ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നോക്കടാ, ഇതിപ്പോ വൈ ബൈ എക്സ് ആയില്ലേ. സോ വൈ ബൈ എക്സ് അവിടെ വന്ന്, അപ്പൊ ഞാൻ എക്സോട് ഡിവൈഡ് ചെയ്തപ്പോൾ എങ്ങനെ വന്നല്ലേ? അതെങ്ങനെ മനസ്സിലാക്കാറിയോ? ഇവിടെ വൈ ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് അല്ലേ. സോ ഈ വൈനെ വൈ ബൈ എക്സ് ആക്കണം, എന്താ ചെയ്യുക? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻ കേസ് ഇവിടെ വൈ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എക്സ് സ്ക്വയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്.
അങ്ങനെ വൈ നോക്കിയിട്ട് അത് ചെയ്യേണ്ടത്. ഇത് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഐഡിയാസ് ഉണ്ടാക്കേണ്ടി വരും. സോ ഈ ക്വസ്റ്റ്യനിൽ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ എന്തായി മാറി, ന്യൂമറേറ്ററിൽ വൈ ബൈ എക്സ് വന്ന്, ന്യൂമറേറ്ററിൽ ഒരു വൈ ബൈ എക്സ് വന്ന്, ദെൻ കോസ് വൈ ബൈ എക്സ് ഓൾറെഡി അവിടെ ഉണ്ട്, പ്ലസ് ആ ടേം എന്തായിട്ട് മാറി, പ്ലസ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. താഴത്തെ എക്സ് ബൈ എക്സ് കട്ടായി പിന്നെ ആര് മാത്രമേ ഉള്ളൂ, കോസ് വൈ ബൈ എക്സ്. സോ ഈ ആള് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എന്ത് ഫോമിലുള്ളത്, കംപ്ലീറ്റ് വൈ ബൈ എക്സ് ആണുള്ളത്. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഇൻ വൈ ബൈ എക്സ്. സോ നമുക്ക് ഇയാളെന്ന് വിളിക്കാം, ദിസ് ഈസ് ഈക്വൽ ടു ജി ഓഫ് വൈ ബൈ എക്സ്. വൈ ബൈ എക്സിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദെർഫോർ ഹോമോജീനിയസ്. ഇങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഹോമോജീനിയസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ദെർഫോർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എന്താണ്, ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആണ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. അതായത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ മെയിൻ പാർട്ട് പറഞ്ഞാൽ ഹോമോജീനിയസ് ഫോമിലേക്ക് മാറ്റണം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫോമിലേക്ക് നിങ്ങൾ ഇങ്ങനെ മാറ്റി കൊണ്ടുപോയാൽ മതി. സോ ഇതിൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മളുടെ ഡി വൈ ബൈ ഡി എക്സ്. ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് വൈ കാണുന്നിടത്ത് വി എക്സ് കൊടുക്കുക. പുട്ട് വൈ ഈക്വൽ ടു വി എക്സ്. ഓർ ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല. ഓർ വൈ ഈക്വൽ ടു വി എക്സ് പറഞ്ഞാൽ ഈ എക്സ് അങ്ങോട്ട് ആകുമ്പോൾ വൈ ബൈ എക്സ് ആവില്ലോ. ഓർ നമുക്ക് എങ്ങനെയും കൊടുക്കാം, വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു വി. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ദെൻ അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വൈ ഈക്വൽ ടു വി എക്സ് എന്ന് കൊടുക്കണം. ഞാൻ ഇവിടെ തന്നെ എഴുതി തരാം. വൈ ഈക്വൽ ടു വി എക്സ് എന്നോ അല്ലെങ്കിൽ വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു വി രണ്ടും കൊടുക്കാം. രണ്ടും സെയിം ആട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, വൈ ബൈ എക്സിനെ വി എന്ന് വിളിച്ചു, വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു വി. സോ അങ്ങനെ വിളിച്ചാൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, എക്സ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വൈ ഈക്വൽ ടു വി എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞാൽ എക്സ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി അല്ലെങ്കിൽ വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഈ ഫോമിലേക്ക് മാറും. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ആയിട്ട് മാറും. വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. സോ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇത് പിന്നെ എന്താവും, നമ്മളുടെ വേരിയബിൾ സെപ്പറബിൾ ആവും. വേരിയബിൾ സെപ്പറബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇതിൽ കൊടുക്കുകയാണ്. ഡി വൈ ബൈ ഡി എക്സ് കാണുന്നിടത്ത് എന്ത് കൊടുക്കണം, വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ വൈ ബൈ എക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈ ബൈ എക്സിനെ വി എന്ന് കൊടുക്കണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. വി കോസ് വി പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് വി. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. ബട്ട് ഇവിടെ എന്താ, വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ എല്ലാ വേരിയബിൾ ഒരു സ്ഥലത്ത് വേണം. ഇത് കംപ്ലീറ്റ് വി ഉണ്ട് അല്ലേ. സോ ഇവിടെ കാണുന്ന വീനെ അങ്ങോട്ട് കൊണ്ടുപോകാം. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ് കോസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു വി കോസ് വി പ്ലസ് 1 ബൈ കോസ് വി ഉണ്ട്. ആ സൈഡിലേക്ക് നമ്മളുടെ വി പോകുമ്പോൾ എന്തായിട്ട് പോകും, മൈനസ് വി ആയിട്ട് മാറും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ എക്സ് ഡി വി ബൈ ഡി എക്സ് ഉണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിനെ വി ബൈ 1 ആയിട്ട് കണ്ടിട്ട് വേണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ വി കോസ് വി എന്ന് പറയുന്ന ആൾ ആദ്യം ഉണ്ട്. വി കോസ് വി പ്ലസ് 1, അതായത് ഇവിടെ ബൈ 1 ഉള്ളത് ഇൻറ്റു 1 ചെയ്യുമ്പോൾ വി കോസ് വി പ്ലസ് 1 തന്നെ. ഇനി മൈനസ് വി ഇൻറ്റു കോസ് വി, അത് അവിടെ കട്ടാവും. സോ മൈനസ് വി കോസ് വി ഡിവൈഡഡ് ബൈ ആരുണ്ട്, കോസ് വി ഉണ്ട്. മോളിലുള്ള ടേം ഇപ്പൊ ഞാൻ ഈ സ്റ്റെപ്പിന്റെ അടുത്ത പേജിൽ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ മോളിലുള്ള ടേം എന്താവും, വി കോസ് വി രണ്ടെണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിവിടെ കട്ടാവും. സോ ബാക്കിയുള്ള ആരാ, 1 ബൈ കോസ് വി ആണ്. സോ എക്സ് ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി നമുക്ക്, 1 ബൈ കോസ് വി എന്ന് കിട്ടി. സോ ഇത് നമുക്ക് ഇനി ഈസി ആയിട്ട് വേരിയബിൾ സെപ്പറബിളിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഇവിടെ ഡി എക്സ് ഉണ്ട്, നമുക്കറിയാം ഡി എക്സ് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ. സോ ദിസ് ഇംപ്ലൈസ് കിട്ടി എക്സ് ഡി വി ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി വി ഈക്വൽ ടു 1 ബൈ കോസ് വി ഉണ്ട്. ആ സൈഡിലേക്ക് നമ്മളുടെ ഡി എക്സ് പോയി, കാരണം ഡി എക്സ് ഒരിക്കലും താഴെ ഉണ്ടാവരുത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇൻറ്റു ഡി എക്സ് ആയി. നോക്കണേ, ഈ ബൈ ഡി എക്സ് അങ്ങോട്ട് പോയത്. സോ ഇത് ഇനിയും വേരിയബിൾ സെപ്പറബിൾ ആയിട്ടില്ല, കാരണം ഇവിടെ ഡി വി ഉണ്ട്, ഇവിടെ എക്സ് ആ ഉള്ളത്. സോ ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവാ, ഈ കോസ് വിനെ അങ്ങോട്ട് കൊണ്ടുവരാ. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ടാസ്ക് വരുന്നത്. ഈ എക്സിനെ നമ്മൾ അതർ സൈഡിലേക്കും ഈ കോസ് ഈ രണ്ടാൾക്കാർ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, കോസ് വി ഡി വി ഈക്വൽ ടു കോസ് വി ഇൻറ്റു ഡി വി ഈക്വൽ ടു 1 ബൈ എക്സ് ഡി എക്സ് കിട്ടി. വേരിയബിൾ സെപ്പറബിൾ ആയി, നേരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടും. സോ therefore ഇന്റഗ്രൽ കോസ് വി ഡി വി ഈക്വൽ ടു ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ്. എന്താണ് കോസിന്റെ ഇന്റഗ്രൽ, സൈൻ അല്ലേ. സോ സൈൻ വി
ഈക്വൽ ടു 1/x-ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് ആണ്. സൈൻ വി ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ബട്ട് ഒരു കാര്യം എന്താ വെച്ചാൽ വി എന്ന് പറയുന്ന ആള് ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ കൊടുത്താണ്. സോ വീനെ നമ്മൾ റീകോൾ ചെയ്യണം. ദിസ് ഇംപ്ലൈസ് സൈൻ വി എന്ന് പറഞ്ഞ ആള് നമുക്ക് എന്താക്കാം, സൈൻ വൈ ബൈ എക്സ്, വി എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് അല്ലേ, ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി. സോ ഇതോടുകൂടി നമ്മളുടെ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പിന്നെ നമുക്ക് റിസ്ക് ഇല്ല, നേരെ വേരിയബിൾ സെപ്പറബിൾ ആവും. ബട്ട് ഇതിലേക്ക് എത്തിക്കില്ല ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതോടുകൂടി നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന നമ്മളുടെ 9th ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. സോ നമുക്ക് നെക്സ്റ്റ് ലൈൻ നമുക്ക് നമ്മളുടെ എക്സാംസിലേക്കുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതേപോലെ നമ്മളുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വെച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, ഗുഡ് നൈറ്റ്.